ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ബിസിനസ് അല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, സ്തോത്രം, അത് നാമും കർത്താവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ആഴമാണ്. ആ ബന്ധത്തിന്റെ ആഴത്തിൽ നിനക്ക് കിട്ടുന്നതൊക്കെ മേടിച്ചോ, സ്തോത്രം. പക്ഷേ അത് മേടിക്കാൻ വേണ്ടിയാകരുത് ഓട്ടം. അവിടെ ആ പ്രശ്നം. ഒരു ഉദാഹരണം പറയാം. മാരത്തൺ ഓട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഓട്ടം ഉണ്ട്. ഇങ്ങനെ അങ്ങ് ഓടിക്കൊണ്ടേ ഇരിക്കുക, കിലോമീറ്ററുകളോളം അങ്ങ് ഓടും. ഇങ്ങനെ ഓടുന്ന സമയത്ത് ഈ ട്രാക്കിൻ്റെ 2 സൈഡിലും നിൽക്കുന്ന ആളുകൾ ഗ്ലൂക്കോസും വെള്ളമൊക്കെ ഇവർക്ക് കൊടുക്കും. എന്തിനാണ് കൊടുക്കുന്നത്? വീണു പോകാതിരിക്കാനും ക്ഷീണം തോന്നാതിരിക്കാനും ഈ ഗ്ലൂക്കോസും വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കും. പക്ഷേ ഈ ഓടുന്നവൻ്റെ ലക്ഷ്യം ഗ്ലൂക്കോസും വെള്ളവും അല്ല. മനസ്സിലാകുന്നുണ്ടോ? ഓടുന്നവൻ്റെ ലക്ഷ്യം ഗ്ലൂക്കോസും വെള്ളമല്ല. പക്ഷെ ഇന്ന് പല പുള്ളികളും ഗാലറി ഇരുന്ന് ഗ്ലൂക്കോസ് തന്നെ തിന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് സമ്മാനം മേടിക്കാൻ നേരത്തെ അവന് സമ്മാനവും വേണം. പിടികിട്ടുന്നവർ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊന്നും പിടികിട്ടാത്തവർക്കൊരു മർമ്മമായിട്ട് അങ്ങ് മറഞ്ഞിരിക്കട്ടത്. സ്തോത്രം. പ്രിയമുള്ളവരെ, നാം കർത്താവിനെ സേവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും. പക്ഷെ നാം കർത്താവിനെ സേവിക്കുന്നത് അത് മേടിക്കാൻ വേണ്ടി ആയിരിക്കരുത്. അപ്പം നമ്മുടെ ധാരണ, നമ്മുടെ ചിന്ത എപ്പോഴും എങ്ങോട്ടാ? താഴെ നിന്നിങ്ങനെ മേളിലേക്ക് കയറിപ്പോന്ന. പക്ഷെ കർത്താവ് നമ്മളെ കാണിച്ചു തന്നതോ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ദാസരൂപം. അല്ലേ? ഫിലിപ്പി ലേഖനം 2:5 മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഭാഗം വായിക്കണ്ട. അവിടെ നമ്മൾ കാണുന്ന അവൻ ദാസരൂപം എടുത്തു. ഏറ്റവും ഉയരത്തിൽ നിന്ന് ഏറ്റവും ദാസനായി യേശു മാറുകയാണ്. ഇതാണ് കർത്താവ് നമ്മെ കാണിച്ചു തന്നത്. ഞാൻ പറയാം, കർത്താവിന് 10,000 കൂടുന്ന സഭകൾ വേണമെന്ന് കർത്താവിന് ഒരാഗ്രഹവും ഇല്ല. ആ ആഗ്രഹമല്ല ആർക്കാണെന്നറിയോ? നമുക്കാ. അങ്ങനെ ആഗ്രഹം ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് നമ്മൾ കോംപ്രമൈസിന് തയ്യാറാകുന്നത്. മനസ്സിലായില്ല? ആള് കൂട്ടാൻ നോക്കുമ്പോഴാണ് കോംപ്രമൈസിന് തയ്യാറാകുന്നത്. എന്തോ കോംപ്രമൈസ്? അതൊന്നും കുഴപ്പമില്ലെന്നേ, ആഴ്ചയിൽ ഒന്നല്ലേ ഒരു പെക്കടിക്കുള്ളൂ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ലെന്ന്. ഇയാൾ പെക്കടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വഴക്കുണ്ടാക്കാൻ പോകുന്നുണ്ടോ? ഇയാൾ പാസ്റ്റർ ചീത്തയൊന്നും പറയുന്നില്ലല്ലോ. എന്തായാലും പുള്ളി വരുന്നത് തന്നെ വലിയ കാര്യമല്ലേ. ഇവിടുത്തെ ഇത്രയും വലിയ ബിസിനസ്സുകാരൻ, ഇവിടെ ഇത്രയും വലിയ ജോലിക്കാരൻ, പുള്ളി വരുന്നത് തന്നെ വലിയ കാര്യമല്ലേ. ഇടയ്ക്കൊരു പെക്കടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. കർത്താവിൻ്റെ സഭ അതല്ല. അത് കർത്താവിൻ്റെ സഭയല്ല. കർത്താവിന് തോഴിമാരെ അല്ല വേണ്ടത്, അവന് മണവാട്ടിയാണ് വേണ്ടത്. സ്തോത്രം. തോഴിമാർ ഒരുപാടുണ്ടാവാം, പക്ഷെ മണവാട്ടി ഒന്നേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. അതാ കർത്താവിന് വേണ്ടത്. സ്തോത്രം. ഒരിക്കലും ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കഥയാണ്. ഇതെവിടെ നടന്ന സ്ഥലമൊന്നും പറയാൻ എന്നോട് പറയരുത്. ഒരു കഥ വായിച്ചതാണ്. ആ പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ച കഥ ഇങ്ങനെയാണ്. ഒരു കാട്ടിൽ വലിയ ഒരു സമ്മേളനം നടന്നു. കാട്ടിൽ ആ സമ്മേളനത്തിൽ കൂടി വന്നത് ആരാന്ന് ചോദിച്ചാൽ ആ കാട്ടിലെ മൃഗങ്ങളായിരുന്നു. ആ മൃഗങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂടി വന്നപ്പോൾ ഇവർ കുശലാന്വേഷണം നടത്തുമ്പോൾ ആദ്യം ഒരാളെ കാണുമ്പോഴേ ചോദിക്കുന്നത് എന്താ? പേരെന്താ? വീടെവിടാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇതൊക്കെയല്ലേ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു പന്നി വന്നപ്പോൾ പന്നിയോട് ചോദിച്ചു, പേരെന്താ? പേരൊക്കെ പറഞ്ഞു. വീടെവിടെയായിട്ടാ? ഇന്ന സ്ഥലത്തായിട്ടാ. മക്കളൊക്കെ? ഉടനെ പന്നി പറഞ്ഞു, എനിക്ക് 50 മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവർക്കും അങ്ങ് അത്ഭുതം. 50 മക്കളോ? ഭയങ്കരം കേട്ടോ. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തെ മുയൽ അതിലിങ്ങനെ ഓടി വന്നു. അപ്പം മുയലിനോട് ചോദിച്ചു, വീടെവിടാ? ഇന്ന സ്ഥലത്താണ്. പേര് ഇന്നതാണ്. മക്കള്? എനിക്ക് 15 മക്കളുണ്ട്. എല്ലാവർക്കും സന്തോഷം. ഇത്രയും കുഞ്ഞൻ മുയലിനും 15 മക്കൾ. ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും 50-ൻ്റെയും 70-ൻ്റെയും 60-ൻ്റെയും ഒക്കെ കണക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനമാണ് നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹം വന്നത്. അപ്പോൾ സിംഹത്തോട് ഇവരെല്ലാം വലിയ ആകാംക്ഷയോടെ ചോദിച്ചു, സാർ, ഞങ്ങളെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞു, ഞങ്ങളുടെ മക്കളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി സാറിൻ്റെ മക്കളെക്കുറിച്ചൊന്ന് കേട്ടാൽ കൊള്ളാം. ഉടനെ സിംഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ ഒത്തിരി മക്കളൊന്നുമില്ല, എനിക്ക് ഒരു മോനേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ പുള്ളിയെ കളിയാക്കി. പന്നി പറഞ്ഞു, എനിക്ക് പോലും 50 ഉണ്ട്. കാട്ടിലെ രാജാവായ സിംഹത്തിന് ഒന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ സിംഹം അല്പനേരം കഴിഞ്ഞ് മൗനമായിരുന്നിട്ട് സിംഹം പറഞ്ഞു, അതെ, എനിക്കൊരു മോനേ ഉള്ളൂ, പക്ഷെ അവൻ്റെ പേര് സിംഹമെന്നാ. അവൻ്റെ പേര് പന്നി എന്നല്ല, അവൻ്റെ പേര് മുയലെന്നല്ല, അവൻ്റെ പേര് സിംഹമെന്നാ. പ്രൈസ്തല്ലോ. പിടികിട്ടിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന് ഇങ്ങനെയുള്ളതിനെ മതിയെന്നേ. കർത്താവിന് 50 പന്നിക്കൂട്ടങ്ങളെ വേണ്ട, അവന് 15 മൊയിലും കുഞ്ഞുങ്ങളെ വേണ്ട. അവന് വേണ്ടത് ഒരു സിംഹത്തെയാ. ഒന്നേ ഉള്ളെങ്കിലും ഉള്ളത് സിംഹമായി നിൽക്കാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പല 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 സംഘടനകളും പല സഭകളും കോംപ്രമൈസിന് തയ്യാറാകുമ്പോൾ സത്യസഭ ഒന്നേ ഉള്ളൂ. അത് വിശുദ്ധിയിലാണ് വിടമാറാതെ, ദുരുപദേശത്തിന്റെ പിന്നാലെ പോകാതെ,
സത്യസന്ധമായി നിൽക്കുന്ന ഒരേ ഒരു സഭയുള്ളൂ, അത് കർത്താവിന്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയാണ് കർത്താവ് ഇന്ന് പകൽക്കാല ശ്രദ്ധയോടെ നോക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ വ്യക്തമായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ മണവാട്ടിയായി നാം നിൽക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ഒരുക്കണം. വചനം അങ്ങനെ പറയുന്നേ, കാന്തയും തന്നെത്താൻ ഒരുക്കി എന്ത് ചെയ്യുന്നു? അങ്ങനൊന്നുമില്ല. കാന്ത ഇങ്ങനെ ഇടയ്ക്ക് ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ ഒരുക്കാറുണ്ട്, പക്ഷെ കാത്തിരിക്കാറൊന്നുമില്ല. അവസാനം പറയും, ആമേൻ കർത്താവേ. എന്തോ സന്തോഷത്തോടെ ആ വാക്ക് പറയുന്നത് ഞാൻ പല സഭകളിലും ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മീറ്റിങ്ങിന് പ്രസംഗമൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങ് ഉറക്കം തൂങ്ങി വീഴുക. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ താഴ്ത്തി സമർപ്പിക്കുകയായിരുന്നെന്ന്. ചർച്ചിലിരുന്ന ഒരാൾ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, എൻ്റെ സഹോദരി എന്തൊരു ഉറക്കമായിരുന്നിരുന്നു, ഇതിനാണ് വീട്ടിലെങ്ങാനും കിടന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറയും, എൻ്റെ പാസ്റ്റർ ഞാൻ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി ഉറക്കത്തിന് അങ്ങനെ ഒരു വാക്കുകൂടുണ്ടെന്ന്, താഴ്ത്തി സമർപ്പിക്കുക. ഇപ്പോൾ കാര്യം എനിക്ക് പിടികിട്ടി. സ്തോത്രം. അപ്പം ഈ താഴ്ത്തി സമർപ്പീരുമൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പഴയതിനേക്കാൾ പിന്നത്തേതായി പോവുക. എന്താ വിഷയം? കാത്തിരിക്കുന്നില്ല. തന്നെത്താൻ ചിലപ്പോഴൊക്കെ ഒരുങ്ങപ്പെടുന്നുണ്ട്, പക്ഷെ കാത്തിരിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വേഗത്തിലോടി വരാം. അപ്പം കർത്താവിന് നമ്മെക്കുറിച്ചൊരാഗ്രഹമുണ്ട്, നമുക്ക് നമ്മെക്കുറിച്ചും ഒരാഗ്രഹമുണ്ട്. നമുക്ക് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം എപ്പോഴും താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി പോവുക എന്നുള്ളതാണെങ്കിൽ, കർത്താവ് നമ്മെ കാണിച്ചു തന്നത് അവൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത്. ഇനിയും പലരുടെയും ലക്ഷ്യം കർത്താവിൽ നിന്നൊരു വിടുതൽ, കർത്താവിൽ നിന്നൊരു സൗഖ്യം, അവനിൽ നിന്നൊരു അത്ഭുതം. അതൊക്കെയാണ് പലപ്പോഴും പലരും ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, ഈ അത്ഭുതങ്ങൾക്കൊന്നും നമ്മെ നിത്യതയിൽ എത്തിക്കാൻ കഴിയത്തില്ല. ഈ അത്ഭുതങ്ങൾക്കൊന്നും. ഇനി ഞാൻ പറയാം, ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ കാരണം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സൗഖ്യവും നിത്യതയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അത് പലർക്കും അറിയത്തില്ല. പലരും പറയുന്നത് എന്താണെന്നറിയോ? ഒരു കാലത്ത് വളരെ ശക്തമായിട്ട് പ്രയോജനപ്പെട്ടതാ, ഇപ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം നിത്യതയോ വലിയ പാടാ. സ്തോത്രം. ചെയ്തതിനൊക്കെ പ്രതിഫലം ഉണ്ടെന്നേ, പക്ഷെ പ്രതിഫലം മേടിക്കാൻ അവിടെ കയറി ചെല്ലണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ. സ്തോത്രം. അങ്ങനെ വരുമ്പോഴാണ് ഇന്നത്തെ ഒരു കൂട്ടം ആളുകൾ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ പരിപാടി ചെയ്താലും പിന്നെ യാതൊരു കുഴപ്പവും, നമ്മളെല്ലാവരും ഇങ്ങനെ കൃപയ്ക്കകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പഴയ നിയമത്തിലായിരുന്നു കൽപ്പനകളെല്ലാം, പുതിയ നിയമത്തിൽ വന്നപ്പോൾ കൽപ്പനകളൊന്നുമില്ല. വചനം അറിയാത്തവൻ വിശ്വസിക്കും, വചനം അറിയാവുന്നവൻ പറയടാ, പഴയ നിയമത്തിലെ കൽപ്പന പിന്നെയും നമുക്ക് സഹിക്കായിരുന്നു, പുതിയ നിയമത്തിലെ ഒട്ടും സഹിക്കാൻ മേല. അതുപോലെയാ. സ്തോത്രം. കാരണം പണ്ട് ഒരു കത്തിയെടുത്ത് ഒരുത്തൻ്റെ വയറെ കുത്തിക്കയറ്റി അവൻ ചത്തുപോയാലേ എനിക്ക് കുഴപ്പമുള്ളായിരുന്നു, അവൻ ചത്തുപോയാലേ ഞാൻ കൊലപാതകമാകത്തുള്ളായിരുന്നു. ഇനി അവനെ മിടുക്കന്മാരുടെ ഡോക്ടർമാരുടെ കൈ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടാൽ ഞാനും രക്ഷപ്പെട്ടു. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അങ്ങനെ അല്ല. ഇത് മനസ്സിൽ ചിന്തിക്കുമ്പോഴേ സ്വർഗത്തിൽ എനിക്ക് പേരിട്ടു കൊലപാതകൻ. ഒരുത്തിന് വിരോധമായി ഞാൻ സംസാരിക്കുമ്പോഴേ സ്വർഗത്തിൽ എനിക്ക് പേര് വീണ് കഴിഞ്ഞു, കൊലപാതകൻ. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പഴയ നിയമത്തെക്കാളും കടികെട്ടി നിയമങ്ങളാണ് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പണ്ട് വ്യഭിചാര കർമ്മം ശരീരം കൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ അവൻ പാപിയാകത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ കൽപ്പനകളില്ല എന്ന് ആരും പറയരുത്. ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. സ്തോത്രം. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വളരെ വ്യക്തമായി, യാക്കോബിന്റെ ലേഖനം മുഴുവനും വേദപണ്ഡിതന്മാർ പറയുന്നത് പുതിയ നിയമത്തിലെ സദൃശ്യവാക്യങ്ങളെന്നാ. 180 പരം കൽപ്പനകൾ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം. വ്യക്തമായി വായിച്ചു നോക്കണം. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളുണ്ട്. പ്രവർത്തികളാൽ തന്നെ നീ ചെയ്യണമെന്ന് യാക്കോബ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ദുരുപദേശത്തിൽ വീണു പോകാൻ കാരണം ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് വചനം അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. നമ്മൾ ഇളക്കപ്പെരുപ്പങ്ങളും ബഹളങ്ങളും ഇതൊക്കെ ഒരു പരിധിവരെ നല്ലതാ, പക്ഷെ എപ്പോഴും അങ്ങനെ ആയി പോകരുത്.
സത്യവചനത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും തല പോയാലും വചനത്തിന്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാത്തവൻ, അങ്ങനെയുള്ളവനെയാ കർത്താവിന് വേണ്ടത്. ഹല്ലേലൂയ. കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നുവല്ലോ. മടങ്ങി വരാം. അപ്പോൾ നാം പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് കുറെ അത്ഭുതങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അത്ഭുതങ്ങൾ പ്രാപിച്ചു എന്ന കാരണത്താൽ നിത്യത ലഭിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ ലഭിക്കണമായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ലഭിക്കുമായിരുന്നു എങ്കിൽ മറ്റൊരു കൂട്ടർ ഇതിനു മുമ്പേ പ്രാപിച്ചേനെ. അതാരാണ് ആ കൂട്ടർ? നമുക്ക് വേഗത്തിലൊന്ന് വരാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 10. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. പഴയ നിയമ ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനം, അവർക്ക് സംഭവിച്ച ചില കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതിനേക്കാൾ എത്രയേറെ അത്ഭുതങ്ങൾ കണ്ടവർ. അവരെക്കുറിച്ച് വചനം പറയാ, അവരെല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത വാക്യം, എങ്കിലും ആ വാക്യമാണ് എന്നെ വളരെ ടച്ച് ചെയ്ത ഒരു വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എത്ര വേദനാജനകമായൊരു വാക്യം. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. പകൽ മേഘസ്തംഭം കിട്ടി, രാത്രി അഗ്നിത്തൂൺ അവർക്ക് കിട്ടി. ഓ സ്തോത്രം, അപ്പവും ഇറച്ചിയും അവർക്ക് കിട്ടി. കയ്പായിരുന്ന വെള്ളം മധുരമാക്കി മാറ്റി. അവരുടെ ശരീരത്തിലെ ഉടുപ്പ് പഴകിപ്പോയില്ല, കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയേറെ അത്ഭുതങ്ങൾ കണ്ടവരാ ഇസ്രായേൽ മക്കൾ എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുതേ. ഇന്ന് പലരും പറയുന്നത്, ഇച്ചിരി ദുരുപദേശം പറഞ്ഞാൽ തന്നെ ഇപ്പൊ എന്താ അവിടെ അത്ഭുതങ്ങളില്ലേന്നാ. സ്തോത്രം. അതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന പല ആളുകളുമുണ്ട്. അവിടെ ഒന്നും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. നിങ്ങളും ഈ ലോകം പറയപ്പെട്ടവരാരും യേശുവിന്റെ നാമത്തിൽ നടക്കുന്നവരുമല്ല. അവർക്കും അത്ഭുതങ്ങൾ കാണിക്കാനുള്ള കഴിവുണ്ട്, സിദ്ധിയുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം അത്ഭുതമല്ല. ദൈവസഭയുടെ വിഷയം വിശുദ്ധ ജീവിതമാണ്. ദൈവസഭ ആഗ്രഹിക്കുന്നതും കർത്താവ് ആഗ്രഹിക്കുന്നതും വിശുദ്ധ ജീവിതം തന്നെയാണ്. അതിലേക്കാണ് നാം മടങ്ങി വരേണ്ടത്, അല്ലാതെ അത്ഭുതങ്ങളിലേക്കല്ല. ഞാൻ പറഞ്ഞല്ലോ, മാരത്തൺ ഓട്ടത്തിന് ഓടുന്നവന് ഗ്ലൂക്കോസും വെള്ളവും ഒക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്തിനാ? അവൻ വീണു പോകാതിരിക്കാൻ വേണ്ടിയാ, അവൻ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയാ. അതവന് കിട്ടിക്കോട്ടെ. പക്ഷെ അത് കിട്ടാൻ വേണ്ടി അല്ലല്ലോ അവൻ ഓടുന്നത്. അവൻ്റെ മുൻപിൽ മറ്റൊരു ലക്ഷ്യമില്ലേ? ആ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിൽ അവൻ വീണു പോകാതിരിക്കുവാൻ അവന് കിട്ടുന്നതൊക്കെ ബോണസായിട്ട് മാത്രം കരുതിയാൽ മതി. ഇത്രയുള്ള കർത്താവിൽ നിന്ന് ലഭിക്കുന്ന അത്ഭുതം. ഇനി ഞാൻ പറയാം, ഒരുത്തൻ രോഗം വന്ന് രോഗം സൗഖ്യമാകാതെ മരിച്ചു പോയെന്നിരിക്കട്ടെ, എന്ത് പറയും? അതവൻ ചെയ്ത പാപത്തിന് അവന് കിട്ടിയ പരിണിത ഫലമാ എന്നും പറഞ്ഞ് നമ്മൾ പലരും ഒഴിഞ്ഞു മാറാറുണ്ട്. പക്ഷേ ആ വ്യക്തിയെ ശ്രദ്ധിച്ചാൽ അവൻ എത്ര പ്രത്യാശയോടെ ആയിരിക്കും. എനിക്ക് 100 ദൈവദാസന്മാരെ അറിയാം, 100 ദൈവമക്കളെ എനിക്കറിയാം, രോഗം വന്ന് സൗഖ്യമാകാത്തവർ. നമ്മൾ സ്റ്റേജുകളിൽ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മുഴുവൻ എന്താ? സൗഖ്യമായി, സൗഖ്യമായി, സൗഖ്യമായി. എന്നാൽ സൗഖ്യമാകാത്ത 100 സംഭവങ്ങൾ എനിക്കറിയാം. സൗഖ്യം ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്ന പോലെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. സൗഖ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, സൗഖ്യമാകാത്ത എത്രയോ അധികം ആളുകൾ. പക്ഷെ അവരുടെ പ്രത്യാശ സൗഖ്യമായവനില്ല, സൗഖ്യമാകാത്തവന്റെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുട്ടുവേദന മാറി നാളെ അവൻ പെടലിക്ക് വേദന മാറ്റാൻ നടക്കുക. പക്ഷെ സൗഖ്യമാകാത്ത ഒരുത്തനുണ്ടല്ലോ, അവൻ പ്രതീക്ഷയോടെ ഇരിക്കുകയാ, എൻ്റെ കർത്താവ് വരുമ്പോൾ എനിക്ക് അങ്ങ് പോയാൽ മതി, ഇതൊന്നും എൻ്റെ വിഷയമല്ല. രോഗസൗഖ്യം പ്രാപിച്ചാൽ സന്തോഷം, ഇനി ഇല്ലെങ്കിലും എനിക്കിതൊന്നും വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ പുള്ളി രോഗസൗഖ്യത്തിനല്ല എതിരാണെന്നൊന്നും പറയരുത്. ഒരുപാട് മീറ്റിങ്ങുകളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇവിടെ ഇരിക്കുന്ന രാജേഷ് പാസ്റ്റർക്കൊക്കെ അറിയാം, മെൻ്റൽ പേഷ്യൻസ് ഒക്കെ സൗഖ്യമായ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല വലിയ കാര്യം.
ഇനി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതും അല്ല വലിയ കാര്യം. അതിനേക്കാൾ വലിയ കാര്യമാ ഒരു ദിവസവും കൂടെ വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചു. ഒരു ദിവസവും കൂടെ സത്യസന്ധമായി എനിക്ക് ജീവിക്കാൻ പറ്റി. ഞാൻ പറയട്ടെ പ്രിയരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മരിച്ച ഒരുത്തൻ ഉയർക്കുന്നതല്ല, ഞാൻ ഇന്നും കൃപയിൽ നിൽക്കുന്നതാ, വീണു പോകാതിരിക്കുന്നതാ, പാപം ചെയ്യാതെ ഇരിക്കുന്നതാ. അതാ ഏറ്റവും വലിയ കാര്യം. ചിലർ പറയും, അയ്യോ ഞാൻ ഇന്ന് വരെ പാപം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അത് പാപം നിന്റെ അടുക്കലൂടെ വന്നിട്ടില്ല. അതുകൊണ്ടാ ഈ പാപം അടുക്ക വരാത്തത് കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വലിയ വിശുദ്ധിയൊന്നുമല്ല. അത് വലിയ വിശുദ്ധിയല്ല. എന്നാൽ പാപം എൻ്റെ അടുക്കൽ നിൽക്കുമ്പോഴും അതിനെ വിട്ടോടുന്ന ജോസഫ് നല്ലൊരു മാതൃകയാ. സ്തോത്രം. പാപം ചെയ്യാൻ മുഴു സ്വാതന്ത്ര്യവും മുഴു സാധ്യതയും ഉണ്ടായിരുന്നിട്ടും അതിനെ എറിഞ്ഞ് ചോടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാ എൻ്റെ കർത്താവിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അതിലേക്ക് സഭ മടങ്ങി വരണം. ഇപ്രകാരമുള്ള വചനങ്ങൾ നമ്മൾ എന്നും വളരെയധികം ഗ്രഹിക്കണം, ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് കർത്താവ് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നാൾക്ക് മുമ്പ് കർത്താവിനെ പഠിപ്പിച്ച വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. ഇന്ന് പല സഭകളും ദൈവമക്കളും റൂട്ട് മാറി ഓടിക്കൊണ്ടിരിക്കുക. കർത്താവ് വിളിച്ച ആ റൂട്ടിലൊന്നും അല്ല ഇന്ന് പലരും ഓടിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും ലക്ഷ്യങ്ങൾ മാറിപ്പോയി, പലരുടെയും ഇഷ്ടങ്ങൾ മാറിപ്പോയി. അവർക്ക് എന്തൊക്കെയോ നേടുവാൻ വേണ്ടിയോ, അവർക്ക് പേരെടുക്കുവാൻ വേണ്ടിയോ, അവരുടെ ഒരു ബിസിനസ് വർദ്ധിപ്പിക്കുന്നത് പോലെ ശുശ്രൂഷ മേഖലകൾ വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പറയാം പ്രിയരെ, ആരും അറിയപ്പെടാതെ ഒരു മൂലയ്ക്ക് നമ്മൾ ഒതുങ്ങപ്പെട്ടു പോയാലും കർത്താവ് നമ്മെ അറിയത്തില്ലെന്ന് പറയാനിട വരുത്തരുത്. ആരും നമ്മളെ അറിയണ്ട, നമ്മൾ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങപ്പെട്ടോട്ടെ. പക്ഷെ കർത്താവ് പറയണം, എനിക്കറിയാം നിന്നെ, എനിക്കറിയാം നിന്നെ. ഈ ലോകം ആരും നിന്നെ അറിയുന്നില്ല കേട്ടോ, പക്ഷെ ഞാൻ നിന്നെ അറിയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. നീ ആരെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത് കർത്താവ് പറഞ്ഞാൽ മതി പ്രിയരെ, വേറെ ആരും പറയണ്ട. സ്തോത്രം. അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് വിഷയമല്ല. പക്ഷെ എൻ്റെ കർത്താവ് പറയണം, എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒരു വാക്ക് കേൾക്കാൻ സ്തോത്രം എത്രയോ കൊതിച്ചുകൊണ്ടിരിക്കുക ഞാനും. കർത്താവേ, എന്നോട് നീ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. ഈ ലോകത്തിൽ ആരും പറയണ്ട. സ്തോത്രം. ഞങ്ങൾക്ക് പാസ്റ്ററെ അറിയാമെന്നോ, ഞങ്ങൾക്ക് ബ്രദറിനെ അറിയാമെന്നോ ഒന്നും പറഞ്ഞില്ലെങ്കിലും കർത്താവേ നീ ഒന്ന് പറയണം. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഫലമില്ലാത്ത അത്തിയെ കണ്ടപ്പോൾ അത്തിയെ കർത്താവ് എന്ത് ചെയ്തു? ശപിച്ചു. നീ മേലാലിനെയും ഫലം ഉണ്ടാകാതെ പോട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് നമ്മെക്കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഏത് സമയവും ഫലമുള്ളവരാകണമെന്നാണ്. എപ്പോഴും ഫലമുള്ള. നമുക്ക് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്. നമ്മൾ പറയുന്ന ന്യായീകരണം എന്താണെന്നറിയോ? അത് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, വെള്ളിയാഴ്ച ആയിരുന്നേലും കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ വർഷാവസാനം ഞങ്ങളുടെ ചർച്ചിൽ 21 ഉപവാസമുണ്ട്, ആ സമയത്തായിരുന്നേലും കുഴപ്പമില്ലായിരുന്നു. ആ സമയത്തൊക്കെ വന്ന് ഫലം നോക്കുക കർത്താവേ, ഭയങ്കര ഫലമായിരിക്കും. ഇപ്പോഴൊക്കെ നമ്മൾ നോക്കിയാൽ ഭയങ്കര ഫലമായിരിക്കും. കാരണം വചനമെല്ലാം ഇങ്ങനെ കേട്ടിട്ടേ നമ്മൾ കുറേ കഠിന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയങ്ങളാണ് ഇതൊക്കെ. പക്ഷേ തീരുമാനങ്ങളൊന്നും നടക്കുകയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. പക്ഷേ ഈ സമയത്ത് കർത്താവ് ഒന്നും നോക്കത്തില്ല എന്നുള്ളതാണ് സത്യം. അവൻ നോക്കുന്നത് ഉപവാസ പ്രാർത്ഥനയെ കഴിഞ്ഞ് ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ ആകുമ്പോൾ പയ്യെ വന്ന് നോക്കുമ്പോൾ ഒരു ഫലവും ഇല്ല. ജഡീകനേക്കാൾ കഷ്ടമായിരിക്കും അന്നത്തെ നമ്മുടെ അവസ്ഥ. സ്തോത്രം. പക്ഷെ ഇന്ന് നമ്മൾ ഭയങ്കര ഉന്മേഷത്തിലും എനർജറ്റിക് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. കർത്താവ് ഇപ്പോൾ വന്നാൽ ഞങ്ങളിപ്പോൾ പോകും. കാഹളം കേൾക്കുന്നില്ല, അതാ കുഴപ്പം. ഈ കർത്താവിൻ്റെ ഒരു കാര്യം, ഈ കാഹളം അങ്ങോട്ട് മുഴക്കാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് എടുക്കപ്പെടാത്ത എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പം ഫലമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഒരിക്കലും കർത്താവ് ഒന്നും നോക്കത്തില്ല. ഫലം നഷ്ടപ്പെടുന്ന സമയത്ത് സ്തോത്രം കർത്താവ് നോക്കും. അവൻ്റെ ശാപം ഏറ്റുവാങ്ങരുതേ. എന്തിനാ ഈ അത്തിയെ ശപിച്ച കാര്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതെല്ലാം കണ്ടിട്ട് അത്തിയും പ്ലാവും മാവും കമുങ്ങും തെങ്ങും എല്ലാം മാനസാന്തരപ്പെട്ടോണം എന്നാണോ അതിൻ്റെ അർത്ഥം? വൃക്ഷങ്ങൾക്ക് വേണ്ടി അല്ല അത് എഴുതിയത്, നമുക്ക് വേണ്ടി എഴുതി വെച്ചേ. ബൈബിളിലെ എല്ലാ കാര്യവും എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് വ്യക്തമായി അറിയണം, ഈ തക്ക കാലത്ത് ഫലം കായ്ക്കണം. ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നദിക്ക് ഇരുകരയും ജീവവൃക്ഷങ്ങളുണ്ട്. അതതിൻ്റെ ഫലം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും അതിലെന്തുണ്ട്? ഫലമുണ്ട്. അങ്ങനെ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയൊക്കെയാണ് ഒരു നദി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്.
ആ നദിയുടെ പേര് പരിശുദ്ധാത്മാവെന്ന. അതുകൊണ്ട് യേശു പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നമ്മൾ ആ നദിയെ ഇന്ന് എന്തിനു വേണ്ടിയാക്കി മാറ്റി? 12 മണിക്കൂർ ആരാധന, 24 മണിക്കൂർ ആരാധന. എന്തോ സംഭവിക്കുന്നേ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. കുറെ പ്രകടനങ്ങൾ നടക്കുന്നുള്ളത് എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? പരിശുദ്ധാത്മാവ് വന്നാൽ ആദ്യം നമ്മളിൽ സംഭവിക്കേണ്ട കാര്യമാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരണം. ഇത് ഒരു ബോധവും ഇല്ല. 24 മണിക്കൂർ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോഴും അടുത്ത് നിൽക്കുന്ന ആളെ കണ്ണിറുക്കി കാണിക്കും. സ്തോത്രം പറഞ്ഞില്ല, പറയാൻ പാടാ. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ എങ്ങനെ ബോധം വരും? പിന്നെ ഈ വന്നിരിക്കുന്ന ആത്മാവ് ഏതാണ് എന്ന് എങ്ങനെ തിരിച്ചറിയും? പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത അത് സകല സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നതാ. അത് നമ്മെ വിശുദ്ധീകരിക്കുന്നതാ. വിശുദ്ധീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഫലമുണ്ടാക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതിൻ്റെ പേരാ പരിശുദ്ധാത്മാവ്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേറൊരു നിലവാരത്തിലേക്ക് എത്തിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു 12 മണിക്കൂർ ഒരേ ചാട്ടം ചാടിയാൽ സ്റ്റേജുകൾ മാറി മാറി, വേദികൾ മാറി മാറി, രാജ്യങ്ങൾ മാറി മാറി നീ പ്രയോജനപ്പെടാൻ പോകുന്നു. 12 അല്ല, 12 ദിവസം അവൻ കടന്നു ചാടും. വേറെ പരിപാടിയൊന്നുമില്ല. ബൈബിൾ കോളേജ് പഠിക്കണ്ട, വില കൊടുക്കണ്ട, ദൈവദാസന്മാർക്ക് കീഴ്പ്പെടണ്ട, ആരും പറഞ്ഞാൽ അനുസരിക്കണ്ട. 12 മണിക്കൂർ പോവുക, ചാടുക, ബഹളം വെക്കുക, പിറ്റേ ദിവസം സ്റ്റേജുകൾ മാറി മാറി പോവുക. നാളെ ഇവൻ എല്ലാവർക്കും തലവേദനയാകുക. കാരണം കീഴ്പ്പെടലില്ല, വിധേയത്വമില്ല. സ്തോത്രം. നമുക്കറിയാം യേശു കർത്താവ് 30 വർഷം കീഴ്പ്പെട്ടിരുന്നു. എന്തിനാണെന്നറിയോ? 3.5 വർഷം ശുശ്രൂഷ ചെയ്യാൻ. 3.5 വർഷം ശുശ്രൂഷ ചെയ്യാൻ 30 വർഷം യേശു കീഴ്പ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് 30 വർഷം ശുശ്രൂഷ ചെയ്യാൻ 3.5 വർഷം പോലും കീഴ്പ്പെടാൻ തയ്യാറല്ലാത്ത ശുശ്രൂഷകരായി എന്നുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർ പറയുന്നതെല്ലാം ഭയങ്കര വെളിപ്പാടുകളാണ്. അതെല്ലാവരും കേട്ടോണം. അത് കേട്ടില്ലെങ്കിൽ പിന്നെ ശപിച്ചുകളയും. ഏതാണ്ട് വലിയ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന മഹർഷി പോലെയാണ്. പിന്നെ ഞാനങ്ങ് ശപിക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തിനാ പരിശുദ്ധാത്മാവ് തന്നത്? പ്രകടനങ്ങൾ കാണിക്കാനല്ല. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്താൻ വേണ്ടിയാ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. സിമ്പിളാ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സിമ്പിളാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. അത്രേ ഉള്ളൂ. അല്ലാതെ എന്തിനാ കൃത്യമായിട്ട് ദശാംശം വെക്കുന്നേ? ഓ അതെ, എൻ്റെ സാമ്പത്തിക മണ്ഡലത്തെ കർത്താവ് തൊടുവോ എന്ന് ചെറിയൊരു പേടി. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കാം? ദശാംശം അങ്ങ് വെച്ചേക്കാം. എന്താ ഈ കൃത്യമായിട്ട് ഞായറാഴ്ച വരുന്നേ? ഓ, ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമല്ലേ. 1-ാം ദിവസം കർത്താവിനെ ആരാധിക്കാൻ പോയില്ലെങ്കിൽ തിങ്കളോ ചൊവ്വയോ ബുധനോ ഒക്കെ ചിലപ്പോൾ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കർത്താവ് അങ്ങനെയാണ്. കറക്റ്റ് ഞായറാഴ്ച ചെന്നില്ലേ പിറ്റേ ദിവസം അടിക്കാൻ വടിയായിട്ട് നടക്കും. നമ്മളെ കണ്ടു കിട്ടുമ്പോൾ അന്നേരം കീറി തരും. അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച അങ്ങ് പോവുക. സ്തോത്രം. പലരും പേടിച്ചിട്ടാണ് കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നത്. പേടിച്ചിട്ട് കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നതും സ്നേഹിച്ചിട്ട് കൽപ്പന പ്രമാണിക്കുന്നതും രണ്ടും രണ്ടാ അല്ലേ? അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു ഭാര്യാഭർത്തൃ ബന്ധം. നല്ലൊരു ഉദാഹരണമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നത് അദ്ദേഹത്തെ പേടിച്ചിട്ടാണോ സ്നേഹിച്ചിട്ടാണോ? ഭാര്യമാരൊന്നും ഇല്ലേ ഇവിടെ? നിങ്ങൾ പേടിച്ചിട്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ കുടുംബജീവിതം ഇന്നും നന്നായിട്ട് പോകത്തില്ല. കാരണം പറയാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏറ്റവും അവസാനം കിടന്ന് ഉറങ്ങുന്ന ആളാരാ? ഏറ്റവും അവസാനം കിടന്ന് ഉറങ്ങുന്നേ ജോലിക്കാരോ? അതാ എല്ലാം കൊണ്ടുപോകുന്നത് വീട്ടിലെ അമ്മമാർ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ വീട്ടിലെ അമ്മമാരായിരിക്കും ഏറ്റവും ലാസ്റ്റ് കിടന്ന് ഉറങ്ങുന്നത്. ഇവർ ഭർത്താവിന് ഇഷ്ടമുള്ളതും മക്കൾക്ക് ഇഷ്ടമുള്ളതും എല്ലാം ഉണ്ടാക്കിയൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും കാപ്പിക്കുള്ളതും എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് അവസാനം വന്ന് ഈ പാവം ആ കട്ടിലിൻ്റെ മൂലയ്ക്കോട്ട് വന്ന് കിടക്കുമ്പോൾ അച്ഛൻ ഒരു ഉറക്കം കഴിഞ്ഞിരിക്കും. അച്ഛൻ കൂർക്കവും മരിച്ചിങ്ങനെ കിടന്ന് ഉറങ്ങുക. ഒരു 4-4:30 ആകുമ്പോൾ ഈ അമ്മാമ്മയുടെ കണ്ണിലോട്ട് ഉറക്കം പിടിച്ച് വരുമ്പോൾ അച്ഛൻ 2 ചുമയൊക്കെ ചുമച്ച് പോയി കാപ്പി ഇട്ടുകൊണ്ട് വാ. വീണ്ടും ഈ പാവ ആ മൂലയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് പോയി വീണ്ടും കാപ്പി ഇടാൻ പോവുക. പോയി കാപ്പി ഇട്ടുകൊണ്ട് വന്നു. അച്ഛാ, അന്നേരത്തിന് ഈ പുള്ളി പിന്നെ ഉറങ്ങി. അച്ഛാ എഴുന്നേക്കച്ചാ, കാപ്പി കുടിക്കച്ചാ. ഉടനെ എഴുന്നേറ്റിരുന്ന് കണ്ണൊക്കെ തിരുമ്മി കാപ്പി ഒരു സിപ്പം കൊണ്ട് കുടിച്ചു. ഹോ, മധുരവും ഇല്ല, ഇതെന്തോ ഇത്. ഉടനെ ഈ പാവം വീണ്ടും പോവുക പഞ്ചസാര ഇട്ടുകൊണ്ട് വരാൻ. അവിടെ ചെന്ന് 1 സ്പൂൺ പഞ്ചസാര ഇട്ടുകൊണ്ട് തിരിച്ചു കൊണ്ട് കൊടുത്തവൻ പറഞ്ഞു, ഓ ഇതെന്തോ മധുരമാ ഇത്.
എന്നെ ഷുഗർ പിടിപ്പിച്ച് നീ കൊല്ലും. സ്തോത്രം. വീണ്ടും ഈ പാവം പോയി അതിനകത്ത് വീണ്ടും ഇച്ചിരി ചായ ഒഴിച്ചുകൊണ്ട് വന്നു. സ്തോത്രം. വീണ്ടും എന്തുമാത്രം പ്രശ്നങ്ങളാണ്. ഇത് നേരം വെളുക്കുമ്പോൾ ആദ്യത്തെ സംഭവമാണ്. ഇനി ഇതുപോലെ എന്തുമാത്രമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചക്കത്തെ ഭക്ഷണമുണ്ട്, വൈകിട്ടത്തെ 4 മണി ചായയുണ്ട്. ഇത് ആരെക്കുറിച്ചായി പറയുന്നത്? ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും. സ്തോത്രം. ഇതെല്ലാം ഇങ്ങനെ കേട്ടിട്ടും ഇത്രയും വഴക്ക് പറഞ്ഞിട്ടും തല്ലാൻ വന്നിട്ടും സ്തോത്രം പിന്നെയും എന്തിനായി പുള്ളിയോട് ജീവിക്കുന്നേ? എന്തിനാ ജീവിക്കുന്നേ? പേടിച്ചിട്ടാണോ? അച്ഛൻ എന്നെ തല്ലും, അതുകൊണ്ട് രാവിലെ കാപ്പി ഇട്ട് കൊടുത്തേക്കാം എന്നും പറഞ്ഞ് ഏതെങ്കിലും അമ്മമാർ ഇട്ട് കൊടുക്കുമോ? ഇട്ട് കൊടുക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നേ? എൻ്റെ അച്ഛൻ പാവമാണ്, എനിക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണ്. എന്നെ എന്തേരം വഴക്ക് പറഞ്ഞാലും എന്നെ ശകാരിച്ചാലും എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ അച്ഛനെ. ആ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്നേഹത്തിൽ നിന്നുള്ള അനുസരണവും ഭയത്തിൽ നിന്നുള്ള അനുസരണത്തും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം പറയാം. രാവിലെ വീട്ടിലെ ഭർത്താവ് ജോലിക്ക് പോകാൻ നേരത്ത് ഭാര്യയോട് പറഞ്ഞടി മോളെ, നീ അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന കുറ്റമൊന്നും പറയാതെ ഇവിടെ ഇരുന്ന് നീ അങ്ങ് പ്രാർത്ഥിക്കണം കേട്ടോ, അതിലൊക്കത്തെ വീട്ടിൽ പോയിരുന്ന വർത്താനൊന്നും പറയാൻ പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അച്ഛൻ രാവിലെ ജോലിക്ക് അങ്ങ് പോയി. പുള്ളി കുറച്ചു ദൂരം ചെന്നിട്ട് എന്തോ എടുക്കാൻ മറന്നു പോയിട്ട് പുള്ളി തിരിച്ച് വീട്ടിൽ വന്നപ്പം ഏത് വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞോ ഈ പുള്ളിക്കാരി ആ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരനാകെപ്പാടെ ഒന്നും മിണ്ടുന്നില്ല. പുള്ളി ഇങ്ങനെ ആ വീടിനകത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരി കണ്ടു ഇദ്ദേഹം വീട്ടിൽ വന്ന് കയറിയത്. ഇവരുടനെ അടുക്കള വാതിൽക്ക് കൂടെ ചാടി മതിലൊക്കെ ചാടി വീടിനകത്ത് വന്ന് ആകെപ്പാടെ അണച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക, ഒന്നും മിണ്ടുന്നില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുക, മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഉടനെ ഭയങ്കര ആദിയാ. പിന്നെ അന്നേരം എന്താ കാര്യം എന്നറിയോ? ഈ പുള്ളി ഒരു വഴക്ക് പറഞ്ഞിരുന്ന ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. പുള്ളി ഒന്നും പറയുന്നില്ല, പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക മുഖത്തോട്ട് നോക്കിയിട്ട്. ഉടനെ ഈ പുള്ളിക്കാരിക്ക് ആകെപ്പാടെ ആദ്യം പിടിച്ച് അച്ഛാ വെള്ളം വേണം വെച്ചാൽ അച്ഛാ എന്താ വെച്ചാൽ എടുക്കാൻ മറന്നുപോയേ, അച്ഛാ പണി സാധനങ്ങൾ എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയച്ചാൽ ആകെപ്പാടെ ഭയങ്കര ടെൻഷൻ. പുള്ളി ഒന്നും മിണ്ടിയില്ല, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി എന്നിട്ട് പറഞ്ഞു ശരി ഞാൻ ഇനി പോവുക എന്നും പറഞ്ഞ് പുള്ളി തിരിച്ച് ജോലിക്ക് അങ്ങ് പോയെന്നിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ആ സഹോദരിയുടെ ആയുസിൽ അവൾ അപ്പുറത്തെ വീട്ടിൽ പോവോ? പോകത്തില്ല. പക്ഷേ ഇന്ന് സംഭവിക്കുന്ന എന്നാണെന്നറിയോ? ഇന്ന് ഇങ്ങോട്ട് വന്ന് കയറിയ ഉടനെ 5-6 കാർച്ചയും കൂവിച്ചും എല്ലാം കൂടെ ഈ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അപ്പുറത്തെ വീട്ടിലും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലും കൂടെ പോകും. കാരണം എന്നാണെന്നറിയോ? ഭയത്തിലൊന്നും ആരും കീഴ്പ്പെടത്തില്ലെന്നേ, പേടിച്ചിട്ടൊന്നും ആരും കീഴ്പ്പെടത്തില്ല. പക്ഷെ സ്നേഹത്തിലൂടെയുള്ള കീഴ്പ്പെടലിന് ഭയങ്കര ആഴമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. സ്നേഹത്തിൽ നിന്നുള്ള അനുസരണവും ഭയത്തിൽ നിന്നുള്ള അനുസരണമുണ്ട്. ദൈവജനം അറിഞ്ഞിരിക്കേണ്ടത് സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമാണ്. എൻ്റെ കർത്താവിനോട് എനിക്ക് ആഴമായ സ്നേഹമുണ്ട്. എന്താ കാര്യം? ആ അവസാനത്തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി ഊറ്റിത്തന്നില്ലേ? സ്തോത്രം. അവൻ തകർക്കപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും എൻ്റെ മുഖം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ. അവന് വേണ്ട എന്ന് പറഞ്ഞു വേണമെങ്കിൽ മാറ്റിവെക്കാമായിരുന്നല്ലോ. എന്നിട്ടോ അവൻ മാറ്റിവെക്കാതെ ആ ക്രൂശ് അവൻ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. പിന്നെ എനിക്ക് എങ്ങനെ ഒരു പാപം ചെയ്യാൻ പറ്റും? പിന്നെ എങ്ങനെ എനിക്കൊരു പാപം മനസ്സിൽ ചിന്തിക്കാൻ പറ്റും? കാരണം എൻ്റെ യേശുവിനെ ഞാൻ അത്രത്തോളം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു എന്നുള്ളതാ. ഇന്ന് പലരും ആ സ്നേഹത്തിൽ നിന്നല്ല, ഭയത്തിൽ നിന്നാ. ഇവിടെ പട്ടത്ത്, പട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ പട്ടത്ത് റെഡ് സിഗ്നൽ വീണ് കിടക്കുകയാണ്. വണ്ടികളൊന്നും വിടുന്നില്ല, വണ്ടികളെല്ലാം വന്ന് ബ്ലോക്കായി കിടക്കുക. കുറേ നേരമായിട്ട് ഈ റെഡ് സിഗ്നൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഒരു ചെത്ത് പയ്യൻ ഒരു ചെത്ത് ബൈക്കേൽ ചെത്തി വരിക. ഇവൻ നേരെ വന്ന് സിഗ്നൽ ഒന്നും നോക്കിയില്ല, ഒരു ഒറ്റ പൊരിച്ചിങ്ങ് പോന്നു. അപ്പോൾ SI അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. SI കൈ കാണിച്ച് ഇവിടെ വടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്നപ്പോൾ SI ചോദിച്ചടാ നീ കണ്ടില്ലേ അവിടെ റെഡ് ലൈറ്റ് കത്തി കിടക്കുന്ന നീ കണ്ടില്ലേ? ഉടനെ അവൻ പറഞ്ഞു കണ്ടു. അവിടെ വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അവൻ പറഞ്ഞു കണ്ടു. പിന്നെ എന്തുകൊണ്ട് നീ നിയമം തെറ്റിച്ചു? ഉടനെ ഇവൻ വളരെ വിനയകുലീനനായിട്ട് പറയുകയാണ്, റെഡ് ലൈറ്റ് കത്തിയത് ഞാൻ കണ്ടു, വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു, ഇപ്പോൾ പോകാൻ പാടില്ല എന്നുള്ളതും എനിക്കറിയാം, പക്ഷേ സാർ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഇന്ന് പലരും ഇങ്ങനെയാണ് ഇതൊക്കെ പ്രമാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഉപദേശി കണ്ട പ്രശ്നമാകും, വിശ്വാസി കണ്ട പ്രശ്നമാകും. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാതെ അങ്ങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവുക. അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പം പല പുള്ളികളും ആദ്യം ഒരു ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്ന അവിടെ ക്യാമറ ഉണ്ടോയെന്നാണ്. ക്യാമറ ഇല്ലെങ്കിൽ ഇപ്പുറത്തൂടെ പോയി കളയും.
സ്തോത്രം. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മറ്റൊരുത്തൻ്റെ സുരക്ഷ ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല, എനിക്ക് എങ്ങനെയും പോകണം, അത് നിയമം തെറ്റിച്ചിട്ടാണെങ്കിലും. ഇത് ഇന്ന് ആത്മീയഗോളത്തിനകത്തും കയറി വന്നിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭയത്തിൽ നിന്നുള്ള അനുസരണമല്ല, സ്നേഹത്തിൽ നിന്നുള്ള അനുസരണം. സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമാണെങ്കിൽ പിന്നെ ആരും എന്ത് ചെയ്യണ്ട, പുറകെ ചുരുളുമായിട്ട് വരണ്ട, ആരും വരണ്ട. സ്തോത്രം അല്ലേ? ഈ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, നമ്മുടെ അപ്പനോടുള്ള നമുക്ക് സ്നേഹത്തിലേ, നമ്മൾ ആരും അയൽവക്കംകാരൻ വന്ന് പറയണോ നിന്റെ പപ്പായ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വാടാ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇത് ഞായറാഴ്ച നമ്മളോട് അത് പറഞ്ഞാലേ നമ്മൾ ചെയ്യുള്ളൂ. കരങ്ങൾ ഉയർത്തി നൃത്തം ചെയ്ത്, സ്തോത്രം, മനസ്സിലായില്ല. എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയലോക്കത്തെ അവറാച്ചായം വന്ന് പറയണ്ട, എടാ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അപ്പനോരോ ഉമ്മ കൊടുക്കണം കേട്ടോ എന്ന് അയലോക്കത്തെ അവറാച്ചനല്ല എന്നെ പഠിപ്പിക്കുന്നത്. എനിക്കറിയാം എൻ്റെ അപ്പനോടുള്ള സ്നേഹം. അവനെ ഞാൻ എങ്ങനെ ആരാധിക്കണമെന്ന് എനിക്കറിയാം, അവൻ്റെ സന്നിധിയിൽ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം, അവൻ്റെ സന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. അത് അവനുമായിട്ടുള്ള ആഴമായ ബന്ധമാ, ആ സ്നേഹത്തിൻ്റെ ആഴമാ. ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ വരാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതില്ലാതെ വരുമ്പോഴാ അത് ചെയ്യും, അത് ചെയ്യും, അത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആകപ്പാടെ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസ ജീവിതത്തിൽ അനേക വർഷങ്ങളായി നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ഒരു മോനെ ഞാൻ കണ്ടു. അവൻ സെക്കൻഡ് ജനറേഷനാണ്. അവനോട് ഞാനിങ്ങനെ സംസാരിച്ചു. അവനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, എനിക്ക് ചർച്ചയിൽ പോകാനായിട്ട് ഒരു മനസ്സുമില്ല. ഞാൻ ചായന ഇല്ലാത്ത. ഇവൻ പറഞ്ഞ എങ്ങനെയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ജീൻസ് ഇടരുത്, പിന്നെ നീല ഷർട്ട് ഇടരുത്, അത് ചെയ്യരുത്, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആകപ്പാടെ ഭയങ്കര നിയമങ്ങളാണ്, അതുകൊണ്ട് ഞാനങ്ങ് പോകുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ എവിടാ ഈ പോകുന്നേ? അത് ഞങ്ങളുടെ ചർച്ചിൽ. ആ ചർച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞങ്ങളുടെ ചർച്ച്. ഞങ്ങളുടെ പപ്പയൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചർച്ചാണ്. എടാ ഞാൻ പറഞ്ഞു, എടാ ആ ചർച്ച എന്താണ് ആ സംഭവം? യേശുവിൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തിട്ട് കർത്താവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ സഭ. സ്തോത്രം. നമ്മളതിനെ ബിൽഡിങ്ങുകൾക്ക് തുല്യമാക്കി മാറ്റി, നമ്മളതിന് പല പല പേരുകളിട്ടു. സ്തോത്രം. നമ്മളതിനെ പല പല രീതിയിൽ വ്യാഖ്യാനിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? യഥാർത്ഥ മൂല്യം അതിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഏത് സഭയാ? നിന്റെ സഭയെ ഞാൻ എന്ത് ചെയ്തില്ല, പണിയത്തില്ല. ഞാൻ പണിയുന്നത് എൻ്റെ സഭയാ. സ്തോത്രം. ഇന്ന് പലരും പല സഭകളെക്കുറിച്ചും പറയുന്നത് അവറാച്ചൻ്റെ സഭ, തോമാച്ചൻ്റെ സഭ. സ്തോത്രം എല്ലാം പോയി. ഇവിടെ അങ്ങനെ പറയുന്നത് ഞാൻ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, സഭ കർത്താവിൻ്റെയാ, സഭ യേശുവിൻ്റെതാ. അത് സഭ യേശുവിൻ്റെതാകുമ്പോഴേ അവൻ അതിനെ പണിയത്തുള്ളൂ. അതാകുന്നത് വരെ ഇങ്ങനെ കിടന്ന് കാലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ തന്നെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കും, കർത്താവ് ഇതേണ്ട നിന്റെ സഭ. സ്തോത്രം. അപ്പോൾ കർത്താവ് അല്ല ഇത്ര നാൾ നിൻ്റെതാന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ, നീ തന്നെ അങ്ങ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇല്ല കർത്താവ് ഇത് നിൻ്റെതാ എന്നൊന്ന് സറണ്ടർ ചെയ്ത് നോക്കി, കർത്താവ് അങ്ങ് വളർത്താൻ തുടങ്ങും. കർത്താവ് അതിലേക്ക് വിശുദ്ധി അയക്കാൻ തുടങ്ങും. കർത്താവ് അതിലേക്ക് സ്നേഹം അയക്കാൻ തുടങ്ങും. ഞാൻ പറയാം, നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം യേശുവിനുള്ള സ്നേഹമാണ്. യേശുവിനോടുള്ള ആഴമായ സ്നേഹം നമ്മളിൽ ഉണ്ടാകട്ടെ. ഒരു നിയമവും ആരും നമ്മോട് പറയേണ്ട വരത്തില്ല. അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ദശാംശം കൃത്യമായിരിക്കണം, സ്തോത്രം, വിശുദ്ധിയോടെ ജീവിതം നയിക്കണം, മാന്യമായ വസ്ത്രമിടണം, ഇതൊന്നും ആരും പറയണ്ട. നമുക്കറിയാം അല്ലേ? ഒരു ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ആർക്കാ ഏറ്റവും കൂടുതൽ അറിയാവുന്നേ? ഭാര്യയ്ക്കല്ലേ? ഒരു നോട്ടത്തിൻ്റെ അർത്ഥം പോലും അറിയത്തില്ലേ അല്ലേ? ഉദാഹരണം പറയാം, നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് ഗസ്റ്റുമായിട്ട് ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ ആ ഡോറിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു നോട്ടം. അപ്പോൾ അമ്മാമ്മ വീണ്ടും പെട്ടെന്ന് അടുക്കളയിലോട്ട് ചെന്നു. 2 ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് സ്നാക്സൊക്കെ എടുത്ത് ഇങ്ങനെ വരിക, വന്നുകൊണ്ട് ഗസ്റ്റിന് കൊടുക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അച്ചായൻ പറഞ്ഞു കൊടുത്തോ, ഇടീ നാളെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരും, ഗസ്റ്റിനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നീ വന്ന് ഇങ്ങനെ നോക്കുമല്ലോ, നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കും, അന്നേരം നീ പോയി വെള്ളവും സ്നാക്സും എടുത്തുകൊണ്ട് വരണം. തലേദിവസം പറഞ്ഞു കൊടുത്തതാണോ? ഇതാ കർത്താവുമായിട്ടുള്ള ബന്ധം. അവൻ്റെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥം പോലും അവനെ സ്നേഹിക്കുന്നവൻ അറിയാം. അവൻ്റെ ഒരു ശബ്ദത്തിൻ്റെ അർത്ഥം പോലും അവനെ സ്നേഹിക്കുന്നവൻ അറിയാം. അവൻ്റെ ഒരു മൗനത്തിൻ്റെ അർത്ഥം പോലും അവനെ സ്നേഹിക്കുന്നവൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിച്ചൊരു സംഭവ കഥയുണ്ട്. 2 സ്നേഹിതന്മാർ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്.
രണ്ട് സ്നേഹിതന്മാർ, വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ഒരു ട്രെയിനിൽ മുഖാമുഖമായി ഇരുന്ന് അവർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സംസാരിച്ച്, കൈയൊക്കെ എടുത്ത് സംസാരിച്ച്, വളരെ സ്നേഹത്തോടെ ഇവർ സംസാരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കിടന്ന വാച്ച് ഈ ട്രെയിനിൻ്റെ പുറത്തേക്ക് ഊരി തെറിച്ചുപോയി. പെട്ടെന്ന് ഇയാൾ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അയ്യോ, ഭയങ്കര വില പിടിച്ച വാച്ചാണത്, അതിനകത്ത് മുഴുവൻ ഡയമണ്ടാണ്, അത് ഗോൾഡ് വാച്ചാണ്, അത് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് വലിയ വലിയ നഷ്ടമുണ്ടാകും എന്നും പറഞ്ഞ് ഇയാൾ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ആ ബോഗിയിലെ മുഴുവൻ ആളുകളും കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അയ്യോ, പെട്ടെന്ന് വണ്ടി നിർത്തണം, അതാ എല്ലാവരും കിടന്ന് ബഹളം വെക്കുക. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ഈ ആത്മാർത്ഥ സുഹൃത്ത് പുറത്തോട്ട് ഇങ്ങനെ നോക്കി ഒന്നും മിണ്ടാതിരിക്കുക. എല്ലാവരും കിടന്ന് ബഹളം വെക്കുക, പക്ഷെ ഇയാൾ മാത്രം ഒന്നും മിണ്ടാതെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം പലരും ചോദിച്ചു, ഇയാൾ എന്തൊരു സ്നേഹിതനാ, ഇത്രയും വില പിടിച്ച ഒരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ടും ഇയാൾ തന്നെ മിണ്ടാതിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഇയാളെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടാകുക, ഞങ്ങളിവിടെ കിടന്ന് ബഹളം വെക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം ആരോ ചങ്ങല പിടിച്ച് വലിച്ച് ട്രെയിൻ കുറേ ദൂരം പോയി നിന്ന സമയത്ത് ഈ പുറത്തോട്ട് നോക്കി മിണ്ടാതിരുന്ന ആ സ്നേഹിതനല്ലേ, അവൻ പറഞ്ഞു, ഇവിടുന്ന് 17ാമത്തെ പോസ്റ്റിൻ്റെ അവിടെ ആ വാച്ച് കിടപ്പുണ്ട്. മനസ്സിലായില്ല? അവനെന്താ കിടന്ന് ബഹളം വെക്കാഞ്ഞേ? അവനെന്താ അവൻ്റെ ശ്രദ്ധ മാറ്റിക്കളയാഞ്ഞേ? അവൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ വാച്ച് എവിടെയാണ് വീണ് കിടക്കുന്നത്. അവിടെ കിടന്ന് ബഹളം വെച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സ്തോത്രം. അവൻ ആ മൗനതയോടെ ഇരുന്ന്, മൗനത്തിലിരുന്ന് അവൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ ഒരു മൗനത്തിൽ പോലും അർത്ഥമുണ്ട്, അതിനൊരു ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്ന എപ്പോഴാണെന്നറിയോ? കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലാണ്, ആ യേശുവിനോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ, ആ സ്നേഹത്തിലേക്ക് നാം വരുമ്പോൾ ഇതൊന്നും നിയമങ്ങളായി നമുക്ക് തോന്നത്തില്ല, അല്ലേ? ഓട്ടോമാറ്റിക്കലി അങ്ങ് നടക്കുന്ന കാര്യമാണ്. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന, ആരും നിയമമൊന്നും എഴുതി ഒട്ടിച്ചു വെച്ചിട്ടില്ല, അല്ലേ? എല്ലാ ദിവസവും രാവിലെ അച്ഛാ ഗുഡ് മോർണിംഗ് എന്ന് പറയണം എന്ന് അവിടെ എഴുതി വെച്ചുകൊണ്ടാണോ അച്ഛനോട് ഗുഡ് മോർണിംഗ് പറയുന്നത്? എല്ലാ ദിവസവും 7:30 മുമ്പ് എനിക്ക് കടുങ്കാപ്പി തന്നിരിക്കണം എന്ന് നിയമം വെച്ചത് കൊണ്ടല്ല കടുങ്കാപ്പി കൊണ്ട് കൊടുക്കുന്നത്. പിന്നെയോ അറിയാം, എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾ, എനിക്കറിയാം എൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ. അവർ തമ്മിലുള്ള ആഴമായ ബന്ധമാണ്, ആ സ്നേഹമാണ്. അതിൽ നിന്നാണ് ഈ സ്തോത്രം അനുസരണം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:15 നമ്മൾ ഇങ്ങനെ വായിക്കും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. സ്തോത്രം. വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുകയാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന വാക്യത്തിൻ്റെ വാക്യ വേഗത്തിൽ ഒന്ന് വായിച്ച് അവസാനിപ്പിച്ചാട്ടെ. വായിച്ചു. ആ എല്ലാവരും എന്നുള്ള പദം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും എടുത്തെടുത്ത് പറയുക. എല്ലാവരും കുടിച്ചു എങ്കിലും, ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചവരെങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവൻ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത്രയുമൊക്കെ നന്മ അനുഭവിച്ചവർ, ഇത്രയും അത്ഭുതങ്ങൾ കണ്ടവർ, അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. ഈ മിക്ക പേരെന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? ആ കണക്കാണ് പ്രശ്നം. മിക്ക പേരെന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? 2 പേരൊഴികെ ബാക്കി മുഴുവനും. എത്ര ഭയാനകമാ! സ്തോത്രം. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും ഒരുപോലെ അത്ഭുതങ്ങൾ കണ്ടു. മേഘസ്തംഭം യോശുവയ്ക്കും കാലേബിനും വേണ്ടി മാത്രമല്ല. സ്തോത്രം. അപ്പം കഴിച്ചത്, ഇറച്ചി കഴിച്ചത് 2 പേര് മാത്രമല്ല. അത്ഭുതങ്ങൾ എല്ലാവരും കണ്ടു, വിടുതലുകൾ എല്ലാവരും പ്രാപിച്ചു. പക്ഷേ 2 പേര് മാത്രം അകത്ത് കയറി. ഇതെന്തിന് എഴുതി വെച്ചിരിക്കുന്ന പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി, ഒരു എക്സാമ്പിളായിട്ട് നമുക്കിത് സംഭവിച്ചിരിക്കുകയാണ്. അവർ മോഹിച്ചത്, അവർക്കുണ്ടായ പരാജയങ്ങൾ എവിടാണെന്ന് പൗലോസ് എടുത്തു പറയുക. അവർ മോഹിച്ചു. പിന്നെ ആ ആ ആ
അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവർക്ക് സംഭവിച്ച പരാജയങ്ങൾ അക്കമിട്ട് പൗലോസ് എഴുതി വെച്ചിട്ട് പറയാ, നിങ്ങൾക്കങ്ങനെ സംഭവിക്കരുത്. എന്താ കാര്യം? ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാം ഒരു അത്ഭുതം കാണുക എന്നുള്ളതല്ല, നാം ഒരു വിടുതൽ പ്രാപിക്കുക എന്നുള്ളതല്ല, ഒരു രോഗത്തിൽ നമുക്ക് സൗഖ്യമുണ്ടാകുക എന്നുള്ളതല്ല. അതിനേക്കാൾ എത്രയോ വലിയതൊന്നാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. എന്താ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വേഗത്തിൽ നിന്ന് വായിച്ച്. ഫിലിപ്പിയർ 2:5. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ. ഭാവം തന്നെ. എല്ലാവരും ഒന്ന് പറഞ്ഞോ, തന്നെ എന്നൊന്ന് പറയോ. ഭാവം, 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 ഭാവം. അത് പറയാൻ പോലും നമുക്കൊരു സ്ട്രെങ്ത് ഇല്ല. എന്താ കാര്യം എന്നറിയോ? ഭാവം പോലെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം പോലെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നല്ല പൗലോസ് പറഞ്ഞത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ. തന്നെ. അതിന് മാറ്റമില്ല, അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. വേണമെങ്കിൽ അങ്ങനെയും പോകാം. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളാരും ഇപ്പോൾ യേശു ഒന്നും അല്ലല്ലോ, അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇപ്പോൾ യേശു ആകാൻ പറ്റുമോ? അതൊന്നും പറ്റുന്നില്ല. പിന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, പറ്റിയാൽ പറ്റട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇന്ന് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനല്ല. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയാ ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നത്? ഒറ്റ ദിവസം കൊണ്ട്. ഇപ്പം നിങ്ങൾ ചിലർ ചിന്തിക്കുക, നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ യേശുവായി മാറുകയാണ്, ഞാൻ യേശുവായി മാറുക, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്ത എല്ലാം ഞാൻ യേശു ആകുകയാണ് എന്നും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വേറൊരു നിലവാരത്തിലെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ എങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിലുള്ള ഭാവത്തിലേക്ക് വരുവാൻ കഴിയും? ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുകയില്ല. അതിനുവേണ്ടി കർത്താവ് നമുക്ക് ചില സാധ്യതകൾ, റിസോഴ്സസുകൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആ റിസോഴ്സസ്? എന്താണ് ആ സാധ്യതകൾ? അതാണ് 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 2:1 നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. ആ വാക്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് എന്താ? ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു അലസതയാണ്. എന്താ കാര്യം? ഉണ്ടേ ചെയ്താൽ പോരെ, എനിക്കില്ലല്ലോ അല്ലേ? അവിടെ അങ്ങനെ പറയുന്നത് ഉണ്ടെങ്കിൽ. ഉണ്ടെങ്കിൽ സത്യത്തിൽ അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ടല്ലോ എന്ന വാക്കാണ് അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ. സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്ക് എന്താണ്? ക്രിസ്തുവിൽ പ്രബോധനം. പ്രബോധനം എന്നുള്ള വാക്കും അല്ല അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ വരുന്നത്. എൻകറേജ്മെന്റ് എന്നാണ്. പ്രോത്സാഹനം. പ്രോത്സാഹനം എന്ന വാക്കാണ് അവിടെ വരേണ്ടത്. സ്തോത്രം. ക്രിസ്തുവിൽ നമുക്ക് പ്രോത്സാഹനം ഉണ്ടല്ലോ. ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? എന്തിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുക? ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി അവൻ നമ്മളെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക അല്ലേ? കർത്താവിൻ്റെ പ്രോത്സാഹനം ഭയങ്കരമാണ്. നമുക്കറിയാം, 3 വട്ടം തള്ളിപ്പറഞ്ഞ് പ്രാഗി ആണയിട്ടേച്ച് പിന്മാറിപ്പോയ, നമ്മുടെ ഭാഷ പറഞ്ഞ പഴയ പണിക്ക് പോയി, പിന്മാറിപ്പോയി. മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിൻ്റെയും ശിഷ്യന്മാരുടെയും കൂട്ടുശിഷ്യന്മാരുടെയും അടുക്കൽ യേശു കർത്താവ് വന്നപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? കടൽക്കരയിൽ ഒരു ചൂരിൽ, വലിയ ചൂരിലൊക്കെ ഇങ്ങനെ പാത്ത് പിടിച്ചോണ്ട് നിൽക്കുക. ഇങ്ങോട്ട് കയറി വാടാ, ഇങ്ങോട്ട് കയറി വാടാ. ഓരോന്ന് വന്നപ്പോൾ ഓരോ കയറി, മേലാൽ ഇവിടെ കണ്ടേക്കത് കയറിപ്പെടാ എന്നും പറഞ്ഞ് അടിക്കുകയാണോ ചെയ്തേ? ഇന്ന് നമ്മൾ പലരും അങ്ങനെ പഠിപ്പിക്കുന്നത്. പിന്മാറിപ്പൊക്കോ, കർത്താവ് ചൂരലുമായിട്ട് പുറകെ ഉണ്ടേ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ കർത്താവ് ചൂരലുമായിട്ട് വന്ന് നിന്നെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് അവിടെ നിന്നു. അവൻ ചോദിച്ചു, വല്ലതും കിട്ടിയോ? അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ കർത്താവ് പറയുക, ക്ഷീണിച്ചല്ലേ നിങ്ങൾ ക്ഷീണിച്ചു പോയല്ലേ? വിശക്കുന്നുണ്ടോ? ഉണ്ട്, വിശക്കുന്നുണ്ട്. വാ, കനലിൽ ചുട്ടയടയും മീനും കൂടെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം കഴിക്ക്. ഭക്ഷണമെല്ലാം കഴിച്ച് ക്ഷീണമൊക്കെ മാറിയിരുന്നപ്പം കർത്താവ് പത്രോസിനെ വിളിച്ചിട്ട് ചോദിച്ചു, പത്രോസേ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നോ? നീ എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചു. വഴക്ക് പറയല്ല ചെയ്തത്.
കർത്താവ് ചോദിക്കുക, നിനക്ക് എൻ്റെ കൂടെ നടക്കണമെങ്കിൽ എന്നോട് നിനക്ക് സ്നേഹം വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചോദിക്കുക, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്നുള്ള പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന മൂലഭാഷ കൊടുത്തിരിക്കുന്ന വാക്ക് അഗാപ്പെ എന്ന പദമാണ്. അഗാപ്പെ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ, വളരെ ലളിതമായ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെയാണ് അതിന് അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ലഘൂകരിച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹിക്കുക. ഇന്നും അഗാപ്പെ എന്ന് പറഞ്ഞ ഒത്തിരി പ്രസ്ഥാനങ്ങളെ നമുക്കറിയാം അല്ലേ? അവിടെ പോയി ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ചാൽ വിവരം അറിയും. പക്ഷേ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. അപ്പോൾ കർത്താവ് എന്തായിരിക്കും ചോദിച്ചത്? പത്രോസേ, നിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് മരിച്ചു പോയായിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നോ? നീ കടലിലെ നടന്നു വന്നപ്പോൾ മുങ്ങിപ്പോയില്ലേ? നിന്റെ കയ്യെ കയറി ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നോ? മഹാപുരോഹിതൻ്റെ ദാസന്റെ കാത് വെട്ടിയറുത്ത് താഴെ ഇട്ടപ്പോൾ വെച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറയുക, സ്തോത്രം, ഇതൊന്നും ഇല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നോ? ഒന്നും പ്രതീക്ഷിക്കാതെ നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഉവ്വ്. വീണ്ടും കർത്താവ് ചോദിച്ചു, നീ ഇവയേക്കാൾ അധികമായി. അവിടെ ഒരു ഭാഗത്ത് ഇവരെ എന്നൊരു വാക്കാണ് കാണുന്നത്, പക്ഷെ മൂലഭാഷ കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തും ഇവയെ എന്ന് തന്നെയാണ് കാണുന്നത്. 3 പ്രാവശ്യവും കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമാണ്, ഇവയെ, ഇവയെ, ഇവയേക്കാൾ എന്ന പദം തന്നെയാണ്. അപ്പൊ കർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, നീ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ കാണുന്നതിനേക്കാളൊക്കെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? 3ാമത്തെ പ്രാവശ്യമായപ്പം പത്രോസ് അങ്ങ് കരഞ്ഞു. കാരണം പത്രോസിന് മനസ്സിലായി, കർത്താവ് വെറുതെ ഒന്നും 3 പ്രാവശ്യം ഒരു കാര്യം ചോദിക്കത്തില്ലെന്ന് മനസ്സിലായിട്ട് പത്രോസ് അങ്ങ് കരഞ്ഞു. പത്രോസിന് മനസ്സിലായി, ഒന്നും പ്രതീക്ഷിക്കാതുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അതുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരുത്തൻ വന്ന് യേശുവിനോട് ചോദിച്ചു, ആരാ ഈ പറയുന്ന യഥാർത്ഥ സ്നേഹിതൻ? ആരാ യഥാർത്ഥ സ്നേഹിതൻ? അപ്പോൾ കർത്താവ് 5-6 പേരുടെ പേര് പറഞ്ഞു കൊടുക്കുകയല്ല, ബിനീഷ്, അനീഷ്, സനൂഷ്, ഇവരൊക്കെയാണ് യഥാർത്ഥ സ്നേഹിതൻ എന്നാണോ പറഞ്ഞേ? അല്ല, കർത്താവ് ഒരു കഥയാണ് പറഞ്ഞേ. എന്താ പറഞ്ഞ കഥ? ഒരു മനുഷ്യൻ യെരുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോവുകയായിരുന്നു. അവൻ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു, അവൻ ആക്രമിക്കപ്പെട്ടു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ആ കള്ളന്മാർ എടുത്തുകൊണ്ടുപോയി. അവനെ വഴിയരികിൽ അർത്ഥപ്രാണനായി ഉപേക്ഷിച്ചു. അവർ കടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ പുരോഹിതൻ വന്നു, ലേവ്യൻ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞു പോയി. എന്നാൽ മറ്റൊരുവൻ വന്നു. അവൻ നല്ലൊരു ശമരിയക്കാരനായിരുന്നു. അവൻ തൻ്റെ വാഹന മൃഗത്തിൽ വഴിയരികിൽ കിടന്നവനെ എടുത്ത് കയറ്റി അവന് വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ അവന് കൊടുത്തു. സ്തോത്രം, ഇതാണ് യഥാർത്ഥ സ്നേഹം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ കർത്താവ് അതിനകത്ത് ഉദ്ദേശിച്ചത്? കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഈ യെരുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയവനെ 3 കൂട്ടരാ കണ്ടേ. ഒന്നാമത്തെ കൂട്ടരാരാ? കള്ളന്മാരല്ലേ ആദ്യം കണ്ടായി. കള്ളന്മാർ ഇവനെ പിടിച്ചതാണല്ലോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാറ്. അപ്പൊ ഒന്നാമത് കണ്ടതാരാ? കള്ളന്മാര്. കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളന്റെ മനോഭാവം എന്താ? ഈ 3 കൂട്ടരുടെ മനോഭാവം എന്താ നമ്മൾ ചിന്തിക്കുന്നത്? കള്ളന്റെ മനോഭാവം എന്താ? നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന എൻ്റെ പോക്കറ്റിൽ കൊണ്ടുവരും. അവനെ എന്തോ വിളിക്കണം. വിളിക്കാത്തതാണ് ഇന്ന് സംഭവിച്ചത് മുഴുവൻ. സ്തോത്രം. നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന എൻ്റെ പോക്കറ്റിൽ കൊണ്ടുവരണം എന്നൊരു മനോഭാവം ഉള്ളവനെ കർത്താവ് വിളിച്ച പേരാണ് കള്ളൻ. അപ്പൊ അവൻ പറയുന്നത് എന്താ? നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന മുഴുവൻ എനിക്ക് വേണം. രണ്ടാമത് കണ്ടതാരാ? പുരോഹിതൻ ലേവ്യനും. ഒരേ കാറ്റഗറിയിൽ പെടുത്തിയേക്കാം. കാരണം 2 പേരുടെയും അഭിപ്രായങ്ങൾ ഒന്നായിരുന്നു. 2 പേരും ഒരേ രീതിയിൽ തന്നെയാണ് അവർ ബിഹേവ് ചെയ്തത്. അതുകൊണ്ട് 2 പേരെ ഒരു പോലെ എടുത്താം. അപ്പോൾ ഒന്നാമത്തവൻ പറഞ്ഞു, നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന മുഴുവൻ എനിക്ക് വേണം. രണ്ടാമത്തവൻ വന്നിട്ട് എന്താ പറഞ്ഞു? അവൻ ഇച്ചിരി ഡീസൻ്റാ. അവൻ വന്നിട്ട് എന്താ പറഞ്ഞേ? നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒന്നും എനിക്ക് വേണ്ട, പക്ഷേ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒന്നും നിനക്കും തരത്തില്ല. ഞാൻ മുമ്പ് വന്ന പുള്ളിയെ പോലൊന്നും അല്ല കേട്ടോ. നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒന്നും എനിക്ക് വേണ്ട, പക്ഷേ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒന്നും നിനക്കും തരത്തില്ല. അതാണ് രണ്ടാമത്തവൻ്റെ മനോഭാവം. മൂന്നാമത്തവൻ്റെ മനോഭാവം എന്താ? നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം, ഇനി അഥവാ ഉണ്ടേലും എനിക്ക് വേണ്ട, പക്ഷെ ഒന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ നിനക്ക് തരാൻ ഞാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് യഥാർത്ഥ സ്നേഹം, ഇതാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് യേശു പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇത് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പഠിച്ചത് പത്രോസിന്റെ അകത്തും കിടപ്പുണ്ട്. ഇപ്പോഴാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ പത്രോസിന് കാര്യം പിടികിട്ടിയത്. കർത്താവ് ഉദ്ദേശിക്കുന്ന സ്നേഹം ഞാൻ ഇത്രയും നാളും കണ്ട സ്നേഹമല്ല, മറ്റൊരു സ്നേഹമാ. എന്താ സ്നേഹം? ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹം. അതുകൊണ്ട് 3-ാം വട്ടം ചോദിച്ചപ്പോൾ പത്രോസ് കരഞ്ഞു.
കരഞ്ഞിട്ട് പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ എല്ലാം അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് കർത്താവ് പത്രോസിനോട് പറയുക, അങ്ങനെയെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായെങ്കിൽ നീ എൻ്റെ ആടുകളെ, എപ്പോഴാണ് ആടുകളെ മേയ്ക്കണ്ടേ? ഇതിൻ്റെ അർത്ഥം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുമ്പോഴാ. ഒന്നും പ്രതീക്ഷിക്കാതെ നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ മുൻപിൽ ഞാൻ ആടുകളെ തരും. പിടികിട്ടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശുശ്രൂഷകരായ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളെ ഒരു ശുശ്രൂഷയ്ക്കായി കർത്താവ് വിളിക്കുമ്പോൾ അവൻ ആദ്യം ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? നീ അവനെ ആഴമായി സ്നേഹിക്കുക. എന്തിനു വേണ്ടി? വല്ലതും കിട്ടുമെന്നോർത്തല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. അപ്പോൾ നിന്നെ അധികത്തിൽ അവൻ വിചാരകനാക്കി മാറ്റും. ഹല്ലേലൂയ! അതാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്. സ്തോത്രം. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. യെരുസലേമിലെ ഏറ്റവും വലിയ സഭയുടെ ഉപദേശിയാക്കി പത്രോസിനെ കർത്താവ് ഇരുത്തണമെങ്കിൽ അവനിൽ ചില ക്വാളിറ്റിയും കൂടെ വേണമായിരുന്നു, അവനിൽ ചില ഗുണങ്ങൾ കൂടെ വേണമായിരുന്നു. അതിനുവേണ്ടി പത്രോസിനെ കർത്താവ് അവിടെ ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ക്രിസ്തുവിൽ നമുക്ക് പ്രോത്സാഹനമുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? പ്രോത്സാഹനമുണ്ട്, എൻകറേജ്മെന്റ്. അവൻ നമ്മളെ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു. പത്രോസിനെ വിളിച്ചു വരുത്തിയിട്ട് പത്രോസിനെ അടിക്കുകയല്ല, ശിഷ്യന്മാർക്കിട്ട് അടിക്കുകയല്ല ചെയ്തത്, വീണ്ടും അവനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഏലിയാവ് ചൂരച്ചയുടെ തണലിൽ വന്ന് കിടക്കുമ്പം എല്ലാം തീർന്നു, ചത്താ മതി, കൂടെ നിൽക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഏലിയാവ് അവിടെ വന്ന് കിടക്കുന്ന സമയത്ത് അവിടെയും ദൈവം ഇറങ്ങിച്ചെന്നിട്ട് പറയുന്നത് എന്താ? ഏലിയാവേ, ഒന്ന് എഴുന്നേറ്റേ. എന്തിനാ ഇങ്ങനെ കിടക്കുന്നേ? നീ ഒന്ന് എഴുന്നേറ്റേ, നീ ഒന്ന് ഭക്ഷണം കഴിക്കുക. ഏലിയ പറയും, കർത്താവേ, എനിക്ക് ഭക്ഷണമില്ലെന്നാലും പറഞ്ഞല്ല ഞാൻ ഇവിടെ കിടന്നത്. ഞാൻ പ്രാർത്ഥിച്ച 2 വിഷയങ്ങളാ. കൂടെ നിൽക്കാൻ ആരുമില്ല, എനിക്ക് മരണം കണ്ടാൽ മതി, ഇതാ എൻ്റെ പ്രാർത്ഥനാ വിഷയം, അല്ലാതെ ഭക്ഷണമില്ലെന്നല്ല. ദൈവം പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ആദ്യം എഴുന്നേക്ക്, നീ എഴുന്നേക്ക്, ഭക്ഷണം കഴിക്ക്. കണ്ടോ? അവിടെ വീണ്ടും എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക, വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും എന്നും പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് പിറ്റേ ദിവസം മുതൽ ചാടി എഴുന്നേറ്റ് ആട്ടുംകുട്ടി നടക്കുന്ന പോലെ നടക്കുമല്ല. അവൻ ചില മാസങ്ങൾ കഴിയണം. ഏകദേശം 1 വർഷം കഴിയുമ്പോൾ ആ കുഞ്ഞ് പിച്ച നടക്കാൻ തുടങ്ങുന്ന ഒരു പ്രാപ്തിയായി എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ അവനെ എന്ത് ചെയ്യും? നടത്താൻ ശ്രമിക്കും. എങ്ങനെ നടത്താൻ ശ്രമിക്കും? ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ മാതാപിതാക്കളാണല്ലോ, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു സ്ഥലത്ത് അവനെ കൊണ്ട് നിർത്തിയിട്ട് അവന് ഏറ്റവും ഇഷ്ടമുള്ള ടോയ് എടുത്ത് അവനെ കാണിച്ചു കൊടുക്കും. മോനെ, നീ ഇത് കണ്ടോ? ഇവിടെ വരെ വരുവാണെങ്കിൽ ഇത് ഞാൻ നിനക്ക് തരാം. ഇവൻ അവിടെ നിന്ന് പറയും, അയ്യോ ഞാൻ വരത്തില്ല, ഞാൻ വീഴും, ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല, അയ്യോ എന്നെ അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ അവൻ്റെ ഭാഷയിലാണ് പറയുന്നത്. ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ നോക്കിയാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അവൻ്റെ ഭാഷയിലാണ് അവൻ ഇതൊക്കെ പറയുന്നത്. എന്നാലും നമ്മൾ പറയും, ഇല്ലടാ നീ ബാ ബാ. ഇങ്ങനെ കുറേ നിർബന്ധിച്ച് കഴിയുമ്പം ഇവൻ എന്ത് ചെയ്യുന്നറിയാം? പെരുവരലെ കുത്തിയിട്ട് 2 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചിട്ട് മൂക്കും കുത്തി ഒരു വീഴ്ചയാണ്. ഇങ്ങനെ വീഴുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് ആ പൊടിയെല്ലാം തൂത്ത് കളഞ്ഞിട്ട്, കണ്ടോ നീ 2 സ്റ്റെപ്പ് നടന്നു, നീ 2 സ്റ്റെപ്പ് നടന്നു. ഇവൻ പറഞ്ഞ്, കണ്ടോ ഞാൻ വീണത്, ഞാൻ വീഴൂന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ, ഞാൻ മൂക്കും കുത്തി വീണില്ലേ? നമ്മൾ അന്നേരം എന്താ പറയുന്നേ? നീ 2 സ്റ്റെപ്പ് നടന്നു, നീ വീണെന്നുള്ളതല്ല വലിയ കാര്യം, നീ 2 സ്റ്റെപ്പ് നടന്നു എന്നുള്ളതാണ് വലിയ കാര്യം. കണ്ടോ, ഇനിയും നിനക്ക് നടക്കാൻ പറ്റും. വീണ്ടും മാറി നിന്നു, വീണ്ടും ആ ടോയ് എടുത്ത് കാണിച്ചു കൊടുത്തു, നടന്നു വാ, ഇത് നടന്ന് ഇവിടെ വന്നാൽ നിനക്ക് തരാം. വീണ്ടും അവൻ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചു. 4 സ്റ്റെപ്പായി, മൂക്കും കുത്തി താഴെ വീണു. അവസാനിച്ചില്ല, വീണ്ടും നമ്മൾ മാറി നിന്ന് പറഞ്ഞു, ഇങ്ങ് വാ, നിനക്ക് തരാം. അവൻ 6 സ്റ്റെപ്പ് നടന്നു, 8 സ്റ്റെപ്പ് നടന്നു, 10 സ്റ്റെപ്പ് നടന്നു. 10 സ്റ്റെപ്പ് നടന്നിട്ട് മൂക്കും കുത്തി ഒരു വീഴ്ച വീണു. അപ്പം നമ്മൾ എന്നാ പറയും? ഓ, നിന്നെ നടത്താൻ നോക്കിയ ഞാനാടാ മണ്ടൻ, വല്ല വീൽ ചെയറും മേടിച്ചാൽ നീ മൂലയ്ക്കെങ്ങാനും ഇരുത്തിയേക്കാം എന്ന് പറയുമോ എന്ന് നമ്മുടെയൊക്കെ അപ്പനും അമ്മയും പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിവിടെ നടന്നു വരുമായിരുന്നു നമ്മൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നടക്കത്തില്ലല്ലേ, അങ്ങനെ വരത്തില്ലായിരുന്നല്ലേ? അങ്ങനെയെങ്കിൽ ആരൊക്കെയോ നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടാണ് ഇതുവരെ നമ്മൾ എത്തിയത്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിലുള്ള ജീവിതം ഇത് തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് ചാടി എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടത്തൊന്നുമില്ല. ഇത് പല വീഴ്ചകൾ സംഭവിക്കാം. ഇന്നിവിടുന്ന് വലിയ തീരുമാനമൊക്കെ എടുത്തുകൊണ്ട് പോകും. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? എനിക്ക് ഭയങ്കര ദേഷ്യമാണ്.
വീട്ടിൽ അമ്മായിമ്മയെ കാണുമ്പോഴാണ് എനിക്ക് അങ്ങ് ദേഷ്യം കൂടുന്നത്. അങ്ങനെ ഓരോരുത്തർ ഓരോ സ്വഭാവങ്ങളാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തീരുമാനം, ഇന്ന് മുതൽ ക്രിസ്തുയേശുവിൻ്റെ ഭാവത്തിൽ ഞാനിങ്ങനെ പോകാൻ തുടങ്ങുക. അപ്പോൾ അമ്മായിമ്മയെ കാണുന്ന ഉടനെ യേശുവിനെ കാണുന്ന പോലെ ഞാനങ്ങ് വെക്കാൻ പോവുക, ആ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി അങ്ങനെയൊക്കെ ഞാനും കാണാൻ പോകുക എന്നും പറഞ്ഞ് ഭയങ്കര തീരുമാനമൊക്കെ എടുത്തോണ്ടായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. ചെന്നങ്ങോട്ട് കയറുന്ന ഉടനെ ആദ്യത്തെ ചോദിച്ചു, എവിടെ ആയിരുന്നു ഇതുവരെ? ആ ഒറ്റ ചോദ്യത്തിൽ ഇന്നലെ വരെ പൊട്ടിത്തെറിക്കാത്തതുപോലെ പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കും അന്ന് വരാൻ പോകുന്നത്. സ്തോത്രം. അപ്പം അന്നേരം എന്ത് ചെയ്തു? ഇന്നലത്തേക്കാളും ശക്തിയോടെയും ഊർജ്ജസ്വലതയോടെയും നമ്മളതിനെ വെട്ടി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് ഈ പരിപാടിയൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ട് ക്രിസ്തീയ ജീവിതം പറ്റത്തില്ല. ഇങ്ങനെ എത്രയോ വട്ടം വീണു, ഞാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചു, ഞാൻ ഇനി നല്ല രീതിയിലൊക്കെ പോകണം. ഓരോ വർഷം തുടങ്ങുമ്പോഴും ഡിസംബർ 31-ാം തീയതിയൊക്കെ ഓരോ സഭകളിൽ പോകണം. എൻ്റെ സ്തോത്രം. ഞാൻ ഇനി ചിന്തിക്കുന്ന 31-ാം തീയതി പോകുന്ന സഭകളിലെല്ലാം വീഡിയോ ക്യാമറയും കൊണ്ട് പോകാൻ പോവുക. ഇതെല്ലാം പിടിച്ചു വെച്ചിട്ട് അടുത്ത ഡിസംബർ 31-ന് മുമ്പ് ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ ഡിസംബർ. എല്ലാവരും ഓർക്കുന്നത് ഇതൊക്കെ നമ്മളങ്ങ് മറന്നു പോവാന്നാണ്. സ്തോത്രം. ആരും മറക്കുന്നൊന്നുമില്ല. വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ വർഷം ഞാൻ 12 പേരെയെങ്കിലും, മാസത്തിൽ ഒരാളെ വെച്ച് 12 പേരെയെങ്കിലും നേടി ഈ ചർച്ചിൽ കൊണ്ടുവന്നിരിക്കും. സ്തോത്രം. 2013 12 പേരുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇപ്പം 2014 ആയപ്പം 10 പേരായി. നേരത്തെ വന്നുകൊണ്ടിരുന്നതിൻ്റെ കാര്യം പറഞ്ഞതാണ്, അല്ല പുതിയതല്ല. സ്തോത്രം. അങ്ങനെ കുറഞ്ഞതല്ലാതെ ഒന്നുപോലും കൂടിയിട്ടില്ല. ഭയങ്കര തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്, പക്ഷേ അതൊന്നും നടക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എഴുന്നേറ്റ് ഓടി നടക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷെ നടക്കത്തില്ല. എന്നാൽ ചില നാളുകൾ വീണാലും പിന്നെയും അവൻ നമ്മളെ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങുന്ന സമയം നമ്മൾ കണ്ടു. 1-ാം ക്ലാസ്സിലായി ഇടയ്ക്കൊക്കെ വീഴും, 2-ാം ക്ലാസ്സിലായി വല്ലപ്പോഴും ഒക്കെ വീഴും, ഒരു 5-ാം ക്ലാസ്സൊക്കെ ആയി വീഴ്ച വളരെ കുറഞ്ഞു, ഇനിയും 10-ാം ക്ലാസ്സിലൊക്കെ ആയി, എന്നിട്ടും പടപടാന്ന് വീണുകൊണ്ടിരിക്കുക ചിലത്. അപ്പോൾ അങ്ങനെ വീഴുന്നതിനെ എന്തോ ചെയ്യും? എടുത്തുകൊണ്ട് പോയി നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അല്ലേ? ഇതിനെന്തോ കുഴപ്പമുണ്ട്. എൻ്റെ ചർച്ചിലൊരു കുഞ്ഞുണ്ട്, ഒരു മോളാണ്. അവൾ 7 വയസ്സുണ്ട്. അവൾ ഇങ്ങനെ നടന്നങ്ങ് പോകുമ്പോൾ വീഴുമായിരുന്നു. നടന്നങ്ങ് പോകുമ്പം ചുമ്മാ അങ്ങ് വീഴും. അപ്പോൾ ഇവൾക്ക് എന്താ പ്രശ്നം എന്നുള്ളത് ആർക്കും ഒരു പിടിയില്ല. നല്ല ഊർജ്ജസ്വലയായി നടക്കുന്ന ഒരു കുഞ്ഞാണ്, ഭയങ്കരമായിട്ട് ഓടിച്ചാടി നടക്കുന്ന കൊച്ചാണ്, എപ്പോഴും അങ്ങ് വീഴുക. അവസാനം അവർക്കൊരു സംശയം, ഇതെന്താ ഇങ്ങനെ വീഴുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നോർത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കൊടുത്തു, ഈ കൊച്ചിൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. കൊച്ചിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഈ കൊച്ചിൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല. അന്നേരമാണ് പിടികിട്ടുന്നത് ഈ കൊച്ചിന് കാഴ്ചയില്ല. അപ്പം ഇങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനെന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്ത് നേരെയാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആത്മീക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വട്ടം വീഴുന്നുണ്ടെങ്കിൽ ഒരു ചികിത്സ നമുക്ക് അത്യാവശ്യമാണ്. സ്തോത്രം. കാരണം ഒരുപാട് പ്രാവശ്യം വീഴാതെ ആരും ഇന്ന് വരെ നടന്നിട്ടില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല, അത് മൃഗം മാത്രമായിരിക്കും. മനുഷ്യനാണെങ്കിൽ സ്തോത്രം, അവൻ ചില നാളുകൾ എടുത്തേ അവൻ നടന്നു തുടങ്ങത്തുള്ളൂ. വീഴാതെ നടക്കണമെങ്കിൽ ചില നാളുകൾ തന്നെ അവൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, കർത്താവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് ചിന്തിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. അടുത്തത് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം, അവൻ നമ്മെ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിൻ്റെ ഒരു ആശ്വാസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. കർത്താവിനോടുള്ള ആഴമായ സ്നേഹത്തിൽ ആ സ്നേഹത്തിൻ്റെ ആശ്വാസം നമുക്ക് ലഭിച്ചാൽ ഈ ലോകത്തിലെ ഏത് ആശ്വാസത്തിൻ്റെ പുറകെ വേറെ പോകും നമ്മൾ? അവൻ്റെ സ്നേഹത്തിൻ്റെ ആശ്വാസം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, പിന്നെ ഈ ലോകത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെയും പുറകെ പോകത്തില്ല. വിശ്വാസികളായ പലരും പറയുന്ന ഒരു വാക്കാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്കാരുമില്ല എന്നെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ എനിക്കാരാ ഉള്ള എന്നെ സ്നേഹിക്കാൻ. എൻ്റെ യേശു കർത്താവ് എന്തേരം വേദനിക്കുകയായിരിക്കും, കുഞ്ഞെ ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ നിന്നെ? എനിക്കുള്ളതല്ല ഞാൻ നിനക്ക് തന്നില്ലേ? എൻ്റെ അവസാന തുള്ളി രക്തം വരെ ഞാൻ നിനക്ക് വേണ്ടി ഊറ്റി തന്നില്ലേ? എപ്പോഴാ? നീ എൻ്റെ ശത്രുവായിരുന്നപ്പം, നീ എൻ്റെ കൂടെ നിന്നപ്പോഴല്ല, നീ എൻ്റെ ശത്രുവായി പാപം ചെയ്ത് വിശുദ്ധിക്ക് എതിരായി നീ നിന്ന സമയത്ത് നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നിന്നെ വീണ്ടെടുത്തവനാ ഞാൻ. പിന്നെ നീ എൻ്റെ രാജ്യത്തിൽ ആയിക്കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ ഇല്ലാതിരിക്കുമോ?
തീർച്ചയായും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ ഞാൻ സ്നേഹിച്ച് നിൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവർ, ഈ ക്രിസ്തീവിതം എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലെന്നേ. ചിലരെല്ലാം കൂടി ഇത് പറഞ്ഞ് ഇതെന്തോ വലിയ മഹാസംഭവമാക്കി വെച്ചിരിക്കുക. വലിയ ഏതോ മലയാണ്, ഇതിനകത്ത് നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കയറി മണ്ടേ ചെന്നാൽ രക്ഷപ്പെട്ടു, സ്തോത്രം എന്നും പറഞ്ഞൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുക. അങ്ങനൊന്നും അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം വളരെ സിമ്പിളാണ്. ഒറ്റ വാക്ക്: സ്നേഹത്തിലുള്ള ജീവിതം. ആരോട്? യേശുവിനോടുള്ള സ്നേഹത്തിലുള്ള ജീവിതം. ആ സ്നേഹത്തിൽ ഉള്ള ജീവിതത്തിൽ ശകാരിച്ചാൽ പിറ്റേ ദിവസം ബന്ധം വേർപെടുത്തത്തില്ല, അല്ലേ? സ്തോത്രം. ഒരു നല്ല ഭാര്യ ഒരു ഭർത്തൃ ജീവിതത്തിൽ, ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഷർട്ട് ഇങ്ങനെ ഊരിയിട്ട് കുളിക്കാനായിട്ട് പോയപ്പം ഭാര്യ വന്ന് പോക്കറ്റിൽ ഊതി നോക്കി, ഒന്നുമില്ല. ഓ, വന്നിരിക്കുക, ഒന്നുമില്ലാതെ വന്നിരിക്കുക എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ സ്നേഹം ലോക തട്ടിപ്പാണ്. നിങ്ങൾ സ്നേഹിച്ചത് മുഴുവൻ കാശിനു വേണ്ടിയായിരുന്നു. സ്തോത്രം. അങ്ങനെ കാശിനു വേണ്ടി സ്നേഹിക്കുന്നവരാകരുത് ഭാര്യമാര്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പലരും കർത്താവിൻ്റെ പോക്കറ്റിലാണ് നോക്കുന്നത്. ആദ്യം വല്ലതും ഉണ്ടോ, ഇന്ന് വല്ലതും കിട്ടുമോ, സ്തോത്രം എന്നും നോക്കിയായിരിക്കുന്നേ. ഹല്ലേലൂയ. അങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുന്നില്ല? ആ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. അവൻ തരുന്ന നന്മകളെയല്ല നമുക്ക് വേണ്ടത്, നമുക്ക് അവനെ വേണ്ടേ. ഒരു കഥയും കൂടെ പറഞ്ഞ് സ്തോത്രം വേഗത്തിൽ നമ്മുടെ വിഷയം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഒരു വലിയ വിളംബരം ചെയ്തു. ഞാനെന്തിനാ കഥകൾ വഴിയൊക്കെ ഇത് പറയുന്നതെന്നറിയോ? നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ വചനം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ എന്തോ ചെയ്യും? എന്തുമായിരുന്നു തുടങ്ങിയേ? ഏതാണ്ട് 3 കാര്യമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞൊക്കെയാണ് തുടങ്ങിയത്. എന്തോ അവസാനം ഒന്നും ഒരു പിടിയില്ല. അപ്പോൾ ഈ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. സ്തോത്രം. ഒരു രാജ്യത്തെ ഒരു രാജാവ് ഒരു വിളംബരം ചെയ്തു. അടുത്ത മാസം 14-ാം തീയതി ഇവിടുത്തെ പ്രജകൾക്ക് വേണ്ടിയെല്ലാം ഒരു ഓഫർ ഞാൻ വെക്കുകയാണ്. നിങ്ങളെല്ലാവരും രാജകൊട്ടാരത്തിൽ വരണം. 14-ാം തീയതി കൊട്ടാരത്തിൽ വന്നിട്ട് എല്ലാവരും വന്നു കഴിയുമ്പോൾ രാജാവ് മട്ടുപ്പാവിൽ നിന്നിട്ട് റെഡി 1 2 3 എന്ന് പറയും. 3 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലുള്ളത് എന്തും സ്വന്തമാക്കാം. ഒരു സാധനം സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിലും കൂടെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. ഒരു സാധനം സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാധനത്തിൽ നിങ്ങൾ പോയി തൊടണം. നിങ്ങൾ തൊട്ട സാധനം നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. ഇത് രാജ്യം മുഴുവൻ വിളംബരം ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. പിറ്റേ 14-ാം തീയതി ആയപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്നു. ആ രാജകൊട്ടാരത്തിൻ്റെ നടുത്തളത്തിൽ എല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് ആകാംക്ഷയോടെ നിന്നു. ആ രാജാവ് ആ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, റെഡി 1 2 3 എന്ന് പറയും. ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് ഓടി. ഒരുത്തൻ ഓടിച്ചെന്നൊരു സ്വർണ്ണ തളികയിൽ കെട്ടിപ്പിടിച്ചു. ഒരുത്തൻ ഓടിച്ചെന്നൊരു സ്വർണ്ണ തൂണിൽ കെട്ടിപ്പിടിച്ചു. ഒരുത്തൻ ഓടിച്ചെന്ന് രാജാവിൻ്റെ ഉടവാളിൽ കയറി പിടിച്ചു. സ്തോത്രം. ഇങ്ങനെ പലരും പല സാധനങ്ങളിൽ പോയി കൈ തൊട്ട് ഇങ്ങനെ നിൽക്കുക. സ്വർണ്ണത്തൂണലൊക്കെ ഓരോരുത്തർ പോയി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് എല്ലാവരും പിടിച്ചു കഴിഞ്ഞു. ആ സെക്കൻഡുകൾ കൊണ്ട് എല്ലാവരും അവർ നോട്ടം ഇട്ട് വെച്ചിരുന്ന സാധനത്തിൽ അവർ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാജകുമാരൻ കൊച്ചു പയ്യൻ അപ്പുറത്ത് മാറി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ നോക്കിയപ്പം എല്ലാവരും ഓരോന്നിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ഇവന് മാത്രം കെട്ടിപ്പിടിക്കാനൊന്നുമില്ല. രാജാവിൻ്റെ മകനാ, ഒന്നുമില്ല. ഇവൻ നോക്കിയപ്പോൾ അപ്പൻ അവിടെ ചുമ്മാ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവൻ ഓടിച്ചെന്ന് ആ രാജാവിനെ കയറി ഞാൻ കെട്ടിപ്പിടിച്ചു. അപ്പനെ ചെന്നാൽ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അപ്പം പറയടാ, മണ്ടത്തരം കാണിക്കാതെ, ഇവർക്കൊന്നും അറിയത്തില്ല ഇവിടുത്തെ ഏറ്റവും വില പിടിച്ച സാധനമൊക്കെ എവിടെ ഇരിക്കുന്നത്, നമ്മുടെ നിലവറയിലിരിക്കുന്നത് നിനക്കറിയാലോ. നീ അവിടെ പോയി ആ നിലവറയുടെ വാതിലെ പിടിച്ചുകൊണ്ട് നിന്നാൽ പോരായിരുന്നോ? നീ എന്തിനാ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ കൊച്ചൻ പറയുക, എനിക്കതൊന്നും അല്ല വേണ്ടത്, എനിക്ക് എൻ്റെ അപ്പനെ മതി, എനിക്ക് ഏറ്റവും വിലയേറിയത് എൻ്റെ അപ്പനാ. സ്തോത്രം. അവൻ ബുദ്ധിമാനാ. എന്താ സംഭവിച്ചതെന്നറിയാമോ? രാജാവിൻ്റെ ഭരണം പോയില്ല, രാജാവിൻ്റെ അധികാരം പോയില്ല. സ്തോത്രം. രാജാവിൻ്റെ ഭരണവും അധികാരവും അയാളുടെ മേൽ തന്നെയുണ്ട്. അതുകൊണ്ട് അവൻ അപ്പനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാ. കാരണം നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി പിടിക്കാൻ ഈ അപ്പന് കഴിയുമെന്നുള്ളത് ബുദ്ധിയുള്ള ഈ കൊച്ചൻ അറിയാം. അതുകൊണ്ട് ഇന്ന് പലരും പലതിനെയും പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. സ്വർണ്ണത്തൂണെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. സ്തോത്രം. എന്നാൽ ബുദ്ധിയുള്ളവൻ വന്ന് അപ്പനെ കെട്ടിപ്പിടിക്കട്ടെ. പിടികിട്ടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ കർത്താവിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്തെന്ന് ഞാൻ തിരിച്ചറിയണം. 3 വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായി ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത സെക്ഷനുകളിൽ കർത്താവ് അനുവദിച്ചാൽ ബാക്കി 2 കാര്യങ്ങൾ കൂടെ ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമയത്തിൻ്റെ പരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ അവന് നമ്മെക്കുറിച്ചൊരു ആശയുണ്ടായിരുന്നു. അവൻ നമ്മെക്കുറിച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അവൻ നമ്മെ വിളിച്ചപ്പോൾ അവനുള്ള ആശ. കർത്താവേ, എനിക്ക് എന്നെക്കുറിച്ച് വളരെയധികം ആശകളുണ്ട്. എനിക്ക് എന്നെക്കുറിച്ച് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്.
പല മേഖലകളിൽ പലതും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ, എൻ്റെ ഭാവി ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ വ്യത്യസ്തമായ മേഖലകളിലൊക്കെ ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവേ, നിനക്കെന്നെക്കുറിച്ചുള്ള ആഗ്രഹം ഇന്ന് പകലതൊന്ന് വെളിപ്പെടുത്തിയല്ലോ. ക്രിസ്തുവേശുവിലുള്ള ഭാവം, അതേ ഭാവത്തിൽ തന്നെ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ അങ്ങയെ സ്നേഹിപ്പാൻ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, ആ സ്നേഹത്തിൻ്റെ വലിപ്പം ഇന്ന് പകലൊന്ന് തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, പേടിച്ചിട്ടല്ല അവൻ്റെ കൽപ്പനയെ നാം പ്രമാണിക്കുന്നത്, ഭയത്തിൽ നിന്നല്ല അവൻ്റെ കൽപ്പനയെ നാം പ്രമാണിക്കുന്നത്. നാം അവൻ്റെ കൽപ്പനയെ പ്രമാണിക്കുന്നത് അവനോടുള്ള സ്നേഹത്തിൽ നിന്ന്. അവൻ എന്നെ സ്നേഹിച്ച മഹാസ്നേഹമോർത്താൽ പ്രിയരെ, ആ യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. എത്ര സ്നേഹവാനാണ് അവൻ എത്ര ആഴമായി നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടല്ലേ അവൻ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. എൻ്റെ കൽപ്പന പ്രമാണിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. എപ്പോൾ? നീ എന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ. നീ എന്നെ ഭയന്നു തുടങ്ങുമ്പോഴല്ല, നീ എന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ. ആ സ്നേഹം നിന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുമ്പോൾ ഈ കൽപ്പനകളൊന്നും നിനക്കൊരു ഭാരമായിരിക്കുകയില്ല. ഈ കൽപ്പനകളൊന്നും നിനക്കൊരു അസ്വസ്ഥമായിരിക്കുകയില്ല. ഈ കൽപ്പനകളൊക്കെ ആ സ്നേഹത്തിൽ നിന്ന് നിനക്ക് പ്രമാണിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ആ വചനങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് പ്രവേശിക്കട്ടെ പ്രിയരെ. ഭയത്താലല്ല, സ്നേഹത്താലുള്ള അനുസരണം അതിനായി നമ്മെ ഏൽപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അധികാരമുള്ള പിതാവേ, ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. അത് കർത്താവേ, അങ്ങയോടുള്ള സ്നേഹത്തിൽ, ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് പ്രമാണിച്ച് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം അത് ഇന്ന് പകൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി, ആ ആഗ്രഹപ്രകാരം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ഞങ്ങളിൽ വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അതിനാവശ്യമായ സാധ്യതകളൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. നീ ഞങ്ങളെ എൻകറേജ് ചെയ്യുന്ന ദൈവമാ, നീ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമാ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാ. കർത്താവേ സ്തോത്രം. നീ ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്ന കർത്താവാ. ആ ഒരു ശക്തിയിൽ, ആ ഒരു സ്നേഹത്തിൽ മുന്നേറുവാൻ കർത്താവ് വീണ്ടും ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ജനത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം ഉണ്ടാക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസത്തിനെ മൂന്നാമത്തെ പകൽക്കാലം കർത്തൃവാദപടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനാധിപത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കർത്താവ് തന്റെ ദാസനെ നമ്മുടെ മധ്യേ അയച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ലളിതമായി സവിസ്തരമായി നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന ദൈവശബ്ദം കർത്താവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ഒരു വിശ്വാസി ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ അവൻ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ ഭാഗം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, ഹല്ലേലൂയ, നിങ്ങൾ അറിയണമെന്ന് ഭക്തൻ ആത്മാവിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആശ എന്തെന്ന്, കർത്താവിൻ്റെ ഹൃദയം എന്തെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ആ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ വെളിപ്പെടേണ്ടതിന് റോമാലേഖനത്തിലും അതേ വാക്ക് തന്നെ മറ്റൊരു ഭാഗത്തായി ഹല്ലേലൂയ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, തൻ്റെ പുത്രൻ അനേകർക്ക് ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മുടെ കർത്താവിനോട് അനുരൂപരാകുവാൻ, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കണം. നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ ഏറ്റവും അത്യാവശ്യമായി കേൾക്കേണ്ട ഒരു ശ്രേഷ്ഠമൊരു ദൈവശബ്ദം കർത്താവ് നമ്മെ കേൾപ്പിച്ചല്ലോ. നാം ഈ ദിവസങ്ങൾ ദൈവസനെ താണിരിക്കുന്നത്, നാം ഉപവസിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയല്ല, ഒരു ഭൗതികമായ വിടുതലിന് വേണ്ടിയല്ല. അതിനേക്കാളുപരി നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കേണ്ടതിന്, കർത്താവിനോട് ചേർന്ന് വസിക്കേണ്ടതിന്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭാവം തന്നെ നമ്മിൽ വെളിപ്പെടുന്നതിന് ഒരു നിമിഷം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതിനെ സംസാരിപ്പാൻ കർത്തൃത്വത്തിനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് സംസാരിക്കണനായി പ്രാർത്ഥിക്കാം. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം കിടന്ന എല്ലാ പ്രിയപ്പെട്ടക്കായി നമുക്ക് സ്തോത്രം ചെയ്യുക.
നാം എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രസാദ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുമല്ലോ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിനം പകൽ സമയം കർത്താവേ, ദൈവപാദപീഠത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ദൈവ ശബ്ദങ്ങൾ, ആലോചനകൾ കർത്താവേ, സ്ത്രമാത്മാവിൽ ദൈവത്തിന് മൊത്തം ശാന്തമായി ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ സ്വർഗം ഞങ്ങൾ ഇടയാക്കിയല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അതേ കർത്താവേ, അവിടുത്തെ ഭാവം തന്നെ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവേ അത് വെളിപ്പെട്ട് വരുവാൻ എൻ്റെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. അങ്ങനെയെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, വേർപിരിയാതെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ കാൽവരി കൊലമരത്തിൽ കൊടുത്ത ആ രക്തത്തിൻ്റെ സ്നേഹത്തിൽ കർത്താവേ ഞങ്ങളായിരുന്നു കൊണ്ട് എൻ്റെ ദൈവത്തിന് ഹിതകരമായി തന്നെ നിലകൊള്ളുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. വിലപ്പെട്ട അഭിഷിക്തനെ സ്വർഗ്ഗം അവിടുന്ന് കരങ്ങളിൽ വഹിച്ചല്ലോ നാഥ. കർത്താവേ, മാർമികമായ ദൈവ ശബ്ദങ്ങൾ വ്യക്തമായി തിട്ടമായി ഞങ്ങൾ അവിടുന്ന് കേൾപ്പിച്ച ആ വലിയ ഹല്ലേലൂയ കൃപയുടെ സ്നേഹത്തിനായി ഞാൻ നന്ദിയോട് സ്തോത്രം പറയുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, വീണ്ടും ദൈവമേ ഹല്ലേലൂയ കരങ്ങളിൽ വഹിക്കണം, അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ, ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, ദൈവ ശബ്ദങ്ങൾ കേട്ട് കർത്താവേ തൃപ്തരായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആ അളവറ്റ സ്നേഹത്തിൻ്റെ കൃപയുടെ മഹാത്മ്യം ഹല്ലേലൂയ കേട്ട ഹല്ലേലൂയ ദൈവ ശബ്ദം കേട്ട എല്ലാ ദൈവമക്കളെയും തിരുവനന്തപുരത്തിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗമേ ഹല്ലേലൂയ കർത്താവേ, വരുന്ന നാളുകൾ കർത്താവേ അവിടം ജീവിപ്പാൻ എല്ലാവരും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കർത്താവേ. വീണ്ടും ദൈവമേ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രത്യേക ഉപവസിക്കുന്ന ഹല്ലേലൂയ ഭാഗ്യമായും പൂർണ്ണമായും ഉപവസിക്കുന്ന എല്ലാ ദൈവജനത്തെയും തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. വരുന്ന നാളുകൾ എൻ്റെ ദൈവമേ ഈ സ്നേഹം അവരുടേതായ വിഷയങ്ങൾക്ക്, അവരുടേതായ അവസ്ഥകൾക്ക് കർത്താവേ ഉള്ളതുപോലെ കാണുന്ന കൃപ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, താഴ്ത്തുന്നു. വൈകിട്ട് നടക്കുന്നതായ കർത്താവേ സെക്ഷനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗമേ, ഇളവറ്റ സ്നേഹത്തിൻ്റെ കൃപ വൈകിട്ടും ഞങ്ങളോട് ദൈവമേ ഹൃദ്യമായി ആത്മാവ് സംസാരിക്കുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്നു കർത്താവേ, സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമർപ്പിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. വൈകിട്ടത്തെ മീറ്റിംഗ് കൃത്യം 7 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ച് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ തന്നെ ദൈവനെ സംസാരിക്കേണ്ടായിരിക്കും. 5:30 മുതൽ 6:30 വരെ ഇവിടെ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന കടന്നു വരുന്ന അനുഗ്രഹമായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും തക്ക സമയത്ത് കടന്നു വരണമെന്ന് ഓർപ്പിക്കും.